എന്റെ അളിയ ഇത്തവണത്തെ ദീപാവലി ഒരുമാതിരി നനഞ്ഞ പടക്കം പോലെ ആയല്ലോ. അതേടാ മുച്ചാനെ, നീ പറഞ്ഞ പോലെ 10 പൈസ കയ്യിലില്ല. എനിക്കറിയില്ല. നിക്ക്, താനിങ്ങനെ ഓടിയാലെങ്ങനെ? വാങ്ങി തിരിച്ചേരണ്ടേ? ഇവനിത് എന്ത് കാര്യമായി ചോദിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഹലോ, എന്താ? ഏയ്, തലയ്ക്ക് സുഖമില്ലേ? അതോ എന്നെ കണ്ട വട്ടാൻ തോന്നുന്നുണ്ടോ? മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ ഇടിച്ച് ഞാൻ പല്ല് തെറിപ്പിക്കും. ഒരുപാട് ഓവറാവല്ലേ? എടി, എന്താ ഇവിടെ പ്രശ്നം? നീ എന്തിനാ ഇവനോട് ചൂടാവുന്നേ? അല്ല, അവൻ എന്തോ തന്നൂന്ന്, അത് ഞാൻ തിരിച്ചു കൊടുക്കണത്ര. അവൻ തന്നതങ്ങ് തിരിച്ചു കൊടുത്താ പോരെ? അവൻ എനിക്കൊന്നും തന്നില്ല. തരാതെയാണോ തിരിച്ചു ചോദിക്കുന്നേ? അതേന്നെ, നിങ്ങളൊന്ന് ഇടപെട്ടത് എനിക്കൊന്ന് വാങ്ങിത്തരൂ. നീ അവക്ക് എന്താ കൊടുത്തേന്ന് ആദ്യം പറയേ. ഞാനൊരു ഫ്ലൈങ് കിസ് കൊടുത്തു. അതാ കൊച്ചിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഇവൾ ഇടയിൽ കയറി വാങ്ങിച്ചില്ലേ? തിരിച്ചു ചോദിച്ചപ്പോഴേ എന്നിട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെയും പറഞ്ഞൊന്ന് വാങ്ങിച്ചു തരും. അത് കൊള്ളാലോ. ഇത് എവിടെ പോയത്? എവിടെ പോയാലും ശരി, കൊടുത്തത് ഞാൻ തിരിച്ചു വാങ്ങിയിരിക്കും. എന്റെ മച്ചാനെ, ഇവിടുത്തെ തിരക്ക് കണ്ടിട്ടുണ്ടല്ലോ. കയ്യിൽ 500 ഉണ്ടെങ്കിൽ പോലും നമുക്ക് സിനിമ കാണാൻ പറ്റില്ല. അല്ല, നമ്മുടെ കയ്യിൽ ആകുള്ളത് 50 രൂപ. അതുകൊണ്ട് എന്ത് ചെയ്യാനാ? എടി, ഇത് എന്താ ഇത്? എന്തൊരു തിരക്കാൻ നോക്കിയേ. എങ്ങനെ ടിക്കറ്റ് കിട്ടുക? നീ ഒന്ന് സമാധാനിക്ക്. സമയമാവുമ്പോ എല്ലാം താനേ സെറ്റ് ആയിക്കോളും. നീ ഇതെന്തൊക്കെയാ പറയണ? കാശ് ഉണ്ടെങ്കിൽ അവന്മാരെ ടിക്കറ്റ് തരുള്ളൂന്നേ. നീ ഒന്ന് അനങ്ങടാ. നമ്മുടെ നാട്ടുകാരും ആരെങ്കിലും ഒന്ന് പെട്ടുവരും. വന്നാ മതി. എടിതേ, അവര് നമ്മുടെ നാട്ടിലുള്ള പയ്യന്മാരല്ലേ, അവരോട് എടുക്കാൻ പറ. നാട്ടുകാരന്മാരല്ല, നമ്മുടെ നാട്ടുകാരികളാ വരുന്നത്. ഫ്ലൈങ് കിസിന്റെ ആളാണല്ലോ വരുന്നത്. അതെ, ഞങ്ങൾക്കൊരു 5 ടിക്കറ്റ് റെഡിയാക്കി തരൂ. 5 ടിക്കറ്റ് അല്ലേ? ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? ഇവിടെ നിൽക്ക്, ഞങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങിച്ചിട്ട് വരാം. ഇവിടെ തന്നെ എവിടെയും പോരുതേ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ അവര് ടിക്കറ്റ് കൊണ്ടുവരും. മതി, പുള്ളി ഇവിടെ തന്നെ നിക്കേണ്ടി വരുമോ എന്തോ. എടി, കാണുന്നില്ലല്ലോടി. എന്താടി, അവന്മാര് പോയിട്ട് ഇത്രയും നേരമായിട്ടും ഒരുത്തനെയും കാണുന്നില്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, കേൾക്കാതെ പോയി കാശ് കൊടുത്തിട്ടല്ലേ. വാ പോവാ, വാ നടക്ക്, വാ. എന്നാലും പടം കാണാൻ പറ്റില്ലല്ലോ. നീ എവിടെ പോയിട്ട് വരുവാടി? നിങ്ങൾ കാശും കൊടുക്കാതെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ആ പിള്ളേരെയും പറ്റിച്ചു പോയല്ലേ? ആ പിള്ളേരെ ഇവിടെ വന്ന് എൻ്റെ 200 രൂപ മേടിച്ചിട്ടാ പോയേ. എന്നാ അവര് തന്ന ടിക്കറ്റാ. എന്റെ അമ്മയ്ക്ക് ഇത്രയ്ക്കും ബുദ്ധി ഉണ്ടായിരുന്നോ? കീറിയ ടിക്കറ്റും തന്നിട്ടാണ് അവര് കാശ് വാങ്ങിട്ട് പോയത്. കീറിയ ടിക്കറ്റാണോ? പിന്നെ ഇതെന്തോന്നാ? ടിക്കറ്റ് അല്ലെങ്കിലും കീറിയിട്ട് തന്നെയല്ലേ കൊടുക്കാറ്. എന്നെ പറ്റിച്ചത് പോരാഞ്ഞിട്ട് എന്റെ അമ്മയെ പറ്റിച്ചിരിക്കുന്ന. നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാടാ. എന്റെ ഒന്ന് കിട്ടുമെന്ന്. മിണ്ടാതെ അവിടെ ഇരുന്നോ. ശരി, പുതിയ അടിക്കും ഞാൻ. എടോ, ഒരു പണിക്കും പോകാതെ കുടുംബത്തിരുന്ന് എന്നെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നേ? തിന്നാനൊന്നും തരാതെ 10 ദിവസം പട്ടിണി കിട്ടാലേ താനൊക്കെ പഠിക്കും. അതെ ചേച്ചി, ചേട്ടൻ അറ്റ്ലീസ്റ്റ് 4 ദിവസമെങ്കിലും പട്ടിണി കിടണം, എന്നാലേ ചേട്ടൻ ശരിക്കും നന്നാവൂ. അല്ലടാ? ഒന്നും മതിയാക്കടാ. അല്ലെങ്കിൽ ഒരു മാസമായിട്ട് പട്ടിണി എടുക്കാൻ മനുഷ്യൻ ഇന്നെങ്കിലും വല്ലതും കഴിക്കാന്ന് വിചാരിച്ചത്. അതിനും ആപ്പ് വെക്കല്ലേ. ഒന്ന് പോ മക്കളെ. ഇന്ന് ദീപാവലി ആയിട്ട് എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ ഈ ചേട്ടന് മാത്രം പോകുന്ന വഴിക്ക് എന്തിനാണ് വെറുതെ വിടില്ലടാ. ഗേറ്റും തുറന്നിട്ടേക്ക് സാറ് വരുന്ന പറഞ്ഞേ. തുറന്നിട്ടേക്കാം. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? സുഖം. ഓരോ ദിവസം ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും. എന്നാ വല്ല ലാഭം ഉണ്ടോ? അതും ഇല്ല. ഇറങ്ങിക്കേ. ഹലോ,
എന്താ? ഞാനിപ്പോ സാറിനെ കണ്ടിട്ട് വരുന്ന വഴിയാടി. ഞാൻ വന്നിട്ട് പറയാം. ഇപ്പൊ നീ ഫോണൊന്ന് വെക്ക. എന്താ? അല്ലെങ്കിൽ ചീട്ട് കീറാൻ പോവാ. വെറുതെ നോക്കി പേടിപ്പിക്കല്ലേ. നടക്ക് നടക്ക്. നിനക്ക് ഞാൻ തരാടാ. തരാത്തോണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ. ഒരുപാട് സംസാരിക്കണ്ട. മച്ചാനെ, അവസരം കിട്ടുമോ നോക്ക്. ഇല്ലെങ്കിൽ നല്ല പിള്ളേരെ ഇറക്കി അവന്റെ കാര്യം തീർക്കാൻ നമുക്ക്. അവന്റെ അഹങ്കാരം തീർത്തു കൊടുക്കാനുള്ള സമയമായി. ഫോൺ വെച്ചേക്ക് മച്ചാനെ. ചേട്ടാ എന്താടാ? ചേട്ടൻ കാണാനാ കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്. അകത്തേക്ക് വരാൻ പറ. രാധാമണി നിക്കടി. എന്താ ചേട്ടാ? നീ ഇത് എവിടെ പോയിട്ട് പരിപാടി? അത് പിന്നെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയിട്ട് വരിക. ഫ്രണ്ടിനെ കാണാൻ പോയതോ അതോ വല്ലവന്റെയും കൂടെ കറങ്ങാൻ പോയതോ? ചേട്ടാ മര്യാദയ്ക്ക് സംസാരിക്കേ. വെറുതെ തോന്നിയാസം വിളിച്ച് പറയരുത്. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? എന്ത് സ്വഭാവം മാറാനടി? നിന്നെ കെട്ടാൻ പോണോ ഞാനല്ലാതെ പിന്നെ ആരോട് ചോദിക്കണ്ടേ? നിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഇങ്ങോട്ട് പാടി. അപ്പൊ എനിക്ക് പണിയുണ്ട്. എന്നാ നമുക്ക് പിന്നെ കാണാം. ഇങ്ങോട്ട് വീട് ചേട്ടാ. ഞാനിത് വീട്. ചേട്ടാ, വെറുതെ വിടാൻ പഠിക്കാതെ പറയുന്നത് മര്യാദയ്ക്ക് പറഞ്ഞേക്കടി. വീട് ചേട്ടാ. ഇന്നത്തോടെ നിന്റെ പണി ഞാൻ തീർക്കുന്നുണ്ട്. മര്യാദയ്ക്ക് വന്നു എന്റെ കൂടെ. വാ ഇങ്ങോട്ടെ. വീട്. സാറേ എന്താടാ? വെട്ടിപ്പൊളക്കവനെ. എന്റെ പെങ്ങളുടെ ദേഹത്ത് വെച്ച കൈ ഇതല്ലടാ. വീട്ടിൽ കഴിക്കാൻ വരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ട് വരുത്തിയേ? നിന്നോട് ആരടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ശങ്കരാ, നീ എന്ത് ചെറ്റത്തരോടാ കാണിച്ചേ? എന്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? നിന്റെ മോളുടെ ദേഹത്ത് കൈവച്ചാനാണോ? അതിനുള്ള അവകാശം അവനുള്ളതുകൊണ്ടല്ലേ? ചോദിക്കടി. നിങ്ങൾക്ക് എങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാൻ? ഓ, നടു റോട്ടിൽ വെച്ച് മോളുടെ കൈയിൽ കയറി പിടിച്ചാ വെട്ടാതെ പിന്നെ കൊഞ്ചിക്കണോ? അളിയന്റെയും പെങ്ങളുടെ ബന്ധമൊക്കെ മനസ്സിനുള്ളിൽ മാത്രം മതി. വെളിയിലിറക്കാൻ നോക്കണ്ട. എനിക്കെല്ലാം എന്റെ അനിയത്തിയാ. അവക്കെന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ഒരുത്തനെ ഞാൻ ജീവനോടെ വിടില്ല. അവനായതുകൊണ്ടാ കൈവെട്ടിയത്. വേറെ എവനെങ്കിലും ആയിരുന്നെങ്കിൽ തല വെട്ടിയാൻ എടുത്തോണ്ട് പോയി. ഇനി ഇവിടെ നിൽക്കുന്നതിന്റെ ഒന്നേ മനുഷ്യ. എടാ ശങ്കരാ, എന്റെ മോന്റെ കൈ വെട്ടിയെടുത്ത് നീ. അവസരം എനിക്കും വരും. തിരിച്ചു വന്നോളാം ഞാൻ. നടക്കടി. എടാ ശശി, നീ ഇതെവിടെ പോവാ? തീർന്നു. പിന്നീന്ന് വിളിച്ച് ഇന്നത്തെ ദിവസം തന്നെ തീർന്ന അവസ്ഥയാ. ഞാനിപ്പൊ എന്ത് പറഞ്ഞിട്ടാ നീ ഇത്രയും ദേഷ്യം പിടിച്ച് വന്നിരിക്കുന്നേ? എന്താടാ, നീ പുറത്തു പോണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? ചോദിക്കുന്നതിന് മറുപടി പറയടാ. അവനിപ്പോ എന്ത് മറുപടി പറയാനാ? നീ അവനെ ചീത്ത പറഞ്ഞോ? ഞാൻ അവനെ ചീത്ത പറഞ്ഞൊന്നുമില്ല. എവിടെ പോവാന്ന് ചോദിച്ചത് ഒരു കുറ്റാണോ? അതിന് ദേഷ്യം പിടിച്ച് വന്നിരിക്കുന്ന ഇരിപ്പാ ഇത്. അവൻ എവിടെ പോകുന്നു ചോദിച്ചെന്തിനാ? അവൻ പലയിടത്തും പോകും. എല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? പിന്നെ അവൻ കളക്ടർ ഉദ്യോഗത്തിനാണല്ലോ പോകുന്നേ. തെണ്ടി തിരിഞ്ഞിങ്ങനെ നടന്നോളും. ഇപ്പൊ ചോദിച്ചതായി കുറ്റം. നിങ്ങൾ തലേ കയറ്റി വെച്ച് കൊഞ്ചിച്ചോ? ഈ ടെക്നിക്ക് ഡെയിലി ഫോളോ ചെയ്യുന്നതാ നല്ലത്. ഇവിടെ നിന്നെ വായി നോക്കി നിൽക്കുന്നേ. പോയി കുളിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചേ. ഞാൻ പോക്കോളാം. കാശ് കൈ കിട്ടിയപ്പോ പോന്ന് പോക്ക് കണ്ടില്ലേ? തിന്നാൻ ഇങ്ങോട്ട് കേറി വന്നോളൂല്ലോ. അതെ, അവൻ എന്തിനാ മോന്തയും വീർപ്പിച്ചിരുന്നേന്നറിയോ? ആ 100 രൂപ നിങ്ങളെ നിന്ന് കിട്ടാൻ വേണ്ടിട്ടാ. ബോധമില്ല, അത് എടുത്ത് കൊടുത്തില്ലേ? നിങ്ങളെ പറഞ്ഞാ മതിയല്ലോ. ഇവന്മാരെ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു ഒരു പിടിയില്ല. ഈ 4 തലതെറിച്ചവന്മാരെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാലേ ഇവിടെ രക്ഷപ്പെടൂ എന്ന് നാട്ടുകാരെയും പറ്റിച്ച് ഇങ്ങനെ നടക്കുമല്ലേ?
ഇവന്റെ ഒക്കെ കുടുംബത്തെ ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് എന്തും ചെയ്യാലോ. എന്താണെന്ന് കളക്ഷനൊന്നും ഇല്ലേ? എന്റെ തീർന്നേ സ്കൂട്ടായിക്കൂടോ. ആ മോശം വരുന്നുണ്ട്. അങ്ങേര് പോയിട്ട് എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നേ. ഇവിടെ പോന്നു. എടാ നാണം കിട്ടവനെ ചിരിക്കുന്ന കണ്ടില്ലേ? നോക്കി ശരിയാക്കി തരാടാ. അതെ, ആ കൊള്ളപ്പലിശ സുകുമാരൻ വരുന്നുണ്ട്. അതേടാ അളിയാ, ഇവന്റെ 10 പൈസ കിട്ടുന്ന ലോട്ടറി അടിച്ച ഒരുപോലെ എന്തേലും ഒരു തക്കടി കാണിച്ച് ഇവന്റെ കാശ് അടിച്ച് മാറ്റിയേ പറ്റും. പിന്നല്ലാതെ കളയല്ലേ അളിയാ, നല്ല ചാൻസാ. പിടിച്ചോ കാശ് കിട്ടും നോക്ക്. മക്കളെ, അമ്പലത്തിലുള്ള മൂർത്തി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെയാ ഞങ്ങക്ക് തോന്നുന്നത്. എന്താ വേണ്ടത് നിങ്ങക്ക്? ചേട്ടാ ഒരു 500 രൂപ കടമായിട്ട്. 500 രൂപ കടോ? ഒരു ജോലിയും കൂലിയില്ലാതെ നടക്കുന്നവന്മാരാ നിങ്ങള്. നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാ ഞാൻ പൈസ തരുന്നേ? അങ്ങനൊന്നും പറയില്ല ചേട്ടാ. നാളെ കാലത്ത് 8 മണിക്കാ കാശ് തിരിച്ചെന്നാ പോരെ? കാശ് തരണോ വേണ്ടത് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പിന്നെ തിരിച്ചു തരുന്ന സമയം പറയുന്നത് എന്തിനാ? സമയത്ത് അങ്ങനെ കുറച്ച് കാണില്ല ചേട്ടാ. ടൈം കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അനുഭവങ്ങൾ പാളിച്ചകൾ മുതൽ റോഷാക്ക് വരെയുള്ള മൂവിയിൽ മമ്മൂക്ക സൂപ്പർ സ്റ്റാർ ആയിട്ട് നമ്മുടെ രജനീകാന്ത് സാർ അപൂർവരാഗം മുതൽ എന്തിനും വരെ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാന്ന് അറിയില്ലേ? സമയത്തിന്റെ വില അറിയുന്നുണ്ടാ. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? അത് മാത്രമല്ല, ഇത്രയും കാലം ജാക്കി ജാൻ നമ്പർ 1 ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലേ അതിന്റെ കാരണം എന്താ? ടൈം കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ ചേട്ടാ. സമയത്തിന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി പോയതാ. നിങ്ങൾ ക്ഷമിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? 500 രൂപയല്ലേ? എന്നാ പിടിക്കേ. ഓക്കെ അല്ലേ? സമയത്തിന് തിരിച്ചു തന്നാ മതി. ബഹുമാനമുള്ള പിള്ളേരാ. ഹലോ ഹലോ ഹലോ, എന്ത് പറ്റിടാ മോനെ? അച്ഛനിത് എവിടെയാ അച്ഛാ? ഞാൻ നമ്മുടെ വീട്ടിലാടാ. വീടിന്റെ അഡ്രസ് ഒന്ന് പറഞ്ഞ്. എന്തിനാടാ? വീട്ടിലേക്ക് വരാൻ വേണ്ടിയാ. അല്ല നിനക്കിതെന്ത് പറ്റി? എനിക്ക് മൊത്തം കറങ്ങ അച്ഛാ. എടാ നീ ഇപ്പൊ എവിടെ ഉള്ളേന്ന് പറ. ഞാനിപ്പോ റഷ്യയിലാ. റഷ്യയിലാണോ? ആ അതെ അച്ഛാ. നമ്മുടെ നാട്ടിൽ നിന്ന് അവിടേക്ക് 50 കിലോമീറ്റർ ഉണ്ടാ. എന്റെ മനുഷ്യ, നിങ്ങൾക്ക് ഇത്രയും ബോധം ഇല്ലാണ്ടായോ? നമ്മുടെ നാട്ടിൽ നിന്ന് അവിടേക്ക് 150 കിലോമീറ്റർ. സത്യാനോടി? അവനിപ്പോഴേ റഷ്യയിലാ ഉള്ളത്. ചെന്നില്ലെങ്കിൽ അവനെ ഓസ്ട്രേലിയയിലേക്ക് പോകും. വാ വേഗം പോയിട്ട് കൊണ്ടുവരാ. അച്ഛൻ പുറത്തു വിട്ട് വരാം. അച്ഛൻ പുറത്തു വിട്ട് വരാന്ന്. അമ്മ ഞാൻ പുറത്തു വിട്ട് വരാം. അമ്മയോടാ. അമ്മ ഞാൻ പോവാണേ. എന്താ ആരും മൈൻഡ് ചെയ്യാത്തത്? രണ്ടരത്തിൽ സ്പീക്കർ അടിച്ചു പോയോ? ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. കണ്ടില്ലേ നിങ്ങളുടെ പൊന്നുമോൻ ഇവിടെ മുഴുവൻ പുകയാക്കി. ഭാഗ്യം അവൻ പോയി. 100 രൂപ കൊടുത്തായിരുന്നു ഈ വല്ല ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നോ? വാ, ഈ മാസം ഇനി കൊതുകിന്റെ മരുന്ന് അടിക്കണ്ട. തൽക്കാലം ഈ പുക വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ മതി, നിർത്തിക്കോ. നീ അവളെ നോക്കി ഗർഭമുണ്ടാക്കി കൊടുക്കൂടാ. അവളുടെ ചേട്ടനെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മോന്തര ഷേപ്പ് മൊത്തത്തിൽ മാറ്റി. മോന്തര ഷേപ്പ് മാറ്റാ നിന്റെയാടാ. ഈ താന്തോന്നികളുടെ കൂടെ ചെന്ന് ഒരു പണിയില്ലാണ്ട് നടക്കുക. നാണമില്ലടാ നിനക്കൊന്നും. മത്ത കുത്തിയ കൊമ്പളം മുളക്കില്ലാന്നല്ലേ? ഞാൻ അച്ഛന്റെ മോൻ തന്നെയാ. അപ്പൊ അച്ഛന്റെ സ്വഭാവം തന്നെയല്ലേ എനിക്കും കിട്ടൂ. എന്നെ ചീത്ത വിളിക്കുന്ന എന്റെ തന്തയ്ക്ക് പറയുന്ന പോലെയാന്ന് ഓർത്തോ. അയലനാക്കിനൊന്നും ഒരു കുറവുമില്ല. നീ എന്തെങ്കിലും കാണിക്കുക. എനിക്കെന്താ ഇവനോടൊക്കെ എന്ത് പറയാനാ? നീ വാ. എടാ ചെറുക്ക, നിന്നെ ഒന്ന് കാണാൻ കിട്ടണല്ലോ. ടിഫിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി കഴിക്കാൻ നോക്ക്. എടേ, പട്ടിയെ പോലെ എന്നും പണിയെടുക്കുന്ന എനിക്ക് പഴങ്കഞ്ഞി, ജോലിയും കൂലിയില്ലാത്ത ഇവന് ടിഫിൻ അല്ലേ? ആരും നല്ലടാ നിന്നെയാ. നടക്കണേയോട്. കിളവന് ജോലിക്ക് പോയി കാശ് സമ്പാദിക്കുന്നതിന്റെ അഹങ്കാരമാ. ശരിയാക്കി തരാം. രാത്രി ഞാൻ വരട്ടെ. ഇതെന്താ ഒറ്റൊരുത്തിന് കാണാത്ത? അതാ എനിക്ക് മനസ്സിലാവാതെ. ഇന്ന് സ്കൂളിൽ ലീവാണ്. കുറഞ്ഞു കഴിയുമ്പോ അവന് വരുമെന്നേ. വെളിവേട്ടന്മാരെ, ഇന്ന് ഞായറാഴ്ചയാടാ. അതുപോലും അറിയാതെ വന്നിരിക്കുക പ്രായപൂർത്തിയാകാത്ത പെമ്പിള്ളേരെ വഴിതെറ്റിക്കാൻ. അതൊക്കെ കലണ്ടർ നോക്കുന്നവർക്കല്ലേ അറിയാൻ പറ്റൂ. നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഇത്ര നേരം കഷ്ടപ്പെട്ട് മേക്കപ്പ് ഇട്ടതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ശരി ശരി, വലിയ ഉപകാരം കേട്ടോ. വെച്ചേക്കട്ടെ. ശരി. മോളെ, ഏട്ടാ
ഏട്ടത്തിമാർ അമ്പലത്തിൽ പോയിട്ട് വന്നോ മോളെ? ഇല്ല വന്നിട്ടില്ല. ശരി മോളെ. ഏട്ടാ എന്താ മോളെ? ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, കഴിക്കാൻ വാ. ഇതാ വരുന്നു മോളെ. ശരി ഏട്ടാ, എന്താടാ? എല്ലാവരും ഫോൺ ചെയ്ത് ആശംസകൾ അറിയിച്ചോണ്ടിരിക്കുക. എത്രയും വേഗം MLA ആവട്ടെ. എന്റെയും ആശംസകൾ. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റും. ഞങ്ങളുടെ വരാൻ പോകുന്ന ഭാവി നേതാവിന് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇതാടാ അഭിനന്ദനങ്ങൾ. സന്തോഷം. നിങ്ങൾ നേരിട്ട് വന്ന് എന്നെ അഭിനന്ദിച്ചാല് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ടിവിയിലെ പേര് ഞാൻ കണ്ടു. ശരി, നേരിൽ വന്ന് കണ്ടൊരു അഭിനന്ദനം പറഞ്ഞേക്കാന്ന് കരുതി. ഒരുപാട് സന്തോഷം. പിന്നെ ചെന്നൈയിലേക്ക് എപ്പോഴാ യാത്ര? ലീഡർ പെട്ടെന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ടത്തെ ട്രെയിനിൽ പോയാലോ എന്ന് ആലോചിക്കാം. വൈകിട്ടല്ലേ? ചെന്നൈയിൽ എത്തിയ ഉടനെ എന്നെ ഒന്ന് വിളിച്ചോളൂ. എന്നാ പിന്നെ തീർച്ചയായിട്ടും ഫോൺ ചെയ്യാം. ലോക്കൽ നേതാവായിരുന്ന സമയത്ത് അത് ഇത് ചെയ്തെന്ന് പറഞ്ഞ് എന്തൊരു അധികാരമായിരുന്നു. ഇപ്പോഴത്തെ സ്ഥാനം വെച്ചിന് സഹിക്കാൻ പോലും പറ്റില്ല. ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വരുന്ന ദൈവത്തിന് പോലും അറിയില്ല. അതെ സാറേ, എടുത്തു തരുമ്പോ പല്ലടിച്ചതൊക്കെ വാങ്ങി വെക്കാറില്ലേ? എന്ത് തരുന്നു, എന്ത് വാങ്ങിക്കുന്നു? കാശിന്റെ കാര്യ. നിനക്കതെങ്ങനെ അറിയാം? സാറിന് തന്ന ആൾക്കാർ തന്നെ എന്നോട് പറഞ്ഞത്. ഓഹോ, അപ്പൊ നമ്മളറിയാതെ പലതും നടക്കുന്നുണ്ട്. ശരിയാക്കാം. അയാളുടെ മേത്തൊരു കണ്ണ് വേണം. ഉള്ള പണിയാൻ സമയമല്ല, അതിനിടയില കണ്ണ് വെക്കാൻ പോകുന്നത്. കണ്ണ് ഒന്ന് വന്നേ. പയ്യന് പഴയ ബഹുമാനമൊന്നും ഇല്ല. അടുത്ത ഉത്സവത്തിന്റെ ബോണസ് ഇവൻ അറിയാതെ കൈയിട്ട് വരണം. അത് ഞാൻ വന്നാലേ അവർ തരുവുള്ളൂ. കണ്ടില്ലേ അവൻ വളർന്ന് കേറിയങ്ങ് പോകുന്നത്? തീർക്കണ്ടേ? വാക്കിങ്ങിലോ ആദ്യം സ്ലീപ്പിങ്ങിലോ? അല്ലണ്ണ, അതിനുള്ള വഴിയൊക്കെ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ വീട്ടിലേക്ക് വരാതെ നോക്കിയാൽ മതി. ശരിയണ്ണ. നമസ്കാരം. നമസ്കാരം. എന്താ സാറേ, സുഖമാണോ? സുഖമായിരിക്കുന്നു. സാറ് കണ്ണ് ചിമ്മുന്ന നേരം കൊണ്ട് പടിപടിയായിട്ട് വളർന്ന് ഇപ്പതേ മന്ത്രി വരെ ആകാൻ പോവല്ലേ? താൻ വല്ലാതെ അങ്ങ് പുകഴ്ത്തുന്നുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ സാറിന്റെ അടുത്തുനിന്നല്ലേ പഠിച്ചേ. ശരിയടോ, എന്നോട് ലീഡർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് തന്നെ ചെന്നൈയിലേക്ക് പോവാം. എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. അത് പിന്നെ സാറേ, എനിക്ക് അതായത് എന്താ കാര്യം പറഞ്ഞോ. സാറ് നോക്കിയാൽ മതി. വേറൊന്നുമില്ലല്ലോ. കൈക്കൊക്കെ എന്തോ ഒരു ചൊറിച്ചില്, വലിയ വൈറസ്. അയ്യോ, അവനവിടെ വായും വിളിച്ച് നിൽപ്പുണ്ടല്ലോ. ഇനിയും അവനും പങ്ക് കൊടുക്കേണ്ടി വരുമോ? കൊടുത്താൽ ശരിയാവില്ല, അതിന് പണിയുണ്ട്. മനസ്സിലായി, അകത്തുനിന്ന് കിട്ടിയെന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ട് മര്യാദക്ക് സ്റ്റേഷനിൽ എല്ലാവർക്കുള്ള പങ്ക് കൊടുത്തേക്ക്, ഇല്ലെങ്കിൽ എന്റെ മര്യാദ പോവും. ആകെ കിട്ടിയതേ ഒരു പങ്കാ. ഇതിൽ നിന്ന് 32 പേർക്ക് പങ്കുവെച്ചു കൊടുത്താ എന്റെ കുടുംബത്തേക്ക് അരി പോലും മേടിക്കാൻ പറ്റില്ല. പോലീസാണത്രേ. എടി, ഭക്ഷണം വെച്ചിട്ടുണ്ട്, മറക്കാതെ എടുത്തോളൂ. അതെ, ആ കത്തറ കുറെ പഴയതല്ലേ, അത് മാറ്റി വേറെ വാങ്ങിക്കൂടെ? 10 വർഷമായി അത് തന്നെ വെച്ചോണ്ടിരിക്കുക. എടീ, നീ ഇവിടെ വന്ന് കയറിയിട്ട് 25 വർഷം കഴിഞ്ഞില്ലേ? പഴകിപ്പോയിന്ന് പറഞ്ഞതിനെ വെളിയിൽ തള്ളാൻ പറ്റുമോ? നീ പോയിട്ടേ നിന്റെ പണി വല്ലോണ്ട് നോക്ക്. നിങ്ങളോടൊക്കെ പറയാൻ വന്ന എന്നെ വേണം ആദ്യം തല്ലാൻ. അവളെന്നെ പഠിപ്പിക്കാൻ വന്നേക്കണം. അച്ഛ, കോളേജിലെ ഫീസ് അടയ്ക്കാനുള്ള പൈസ ഷട്ടിലുണ്ട് മോളെ, എടുത്തിട്ട് വയ്ക്കോ. ശരി അച്ഛ. സമയത്തെ കുറിച്ച് അന്ന് വലിയ വർത്താനായിരുന്നല്ലോ. എന്നിട്ട് എന്റെ പൈസ ഓടറാ. അന്ന് 4 എണ്ണത്തിന് നല്ല നോക്കായിരുന്നല്ലോ. ഇന്നൊരു അക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. എടാ, പണിയെടുത്ത് ജീവിക്കാനുള്ള ആരോഗ്യമില്ല നിങ്ങൾക്കൊക്കെ. എന്നിട്ട് ഈ നാട്ടുകാരെ പറ്റി ജീവിക്കാൻ നിനക്കൊക്കെ നാണമില്ലടാ. ഈ വെട്ടുപിടികൾ നിർത്തിയിട്ടേ എന്റെ പൈസയുടെ കാര്യത്തോട് തീരുമാനം പറ. എനിക്ക് പോയിട്ട് വരെ പണിയുള്ളതാ. ഫീസ് 500 രൂപയല്ലേ? ഞാൻ 1000 രൂപ എടുത്തത്. ഒന്ന് വേഗം ആവട്ടെ. ഒന്ന് നിർത്തി. ചേട്ടൻ കാശല്ലേ വേണ്ടേ? അതെ, ചേട്ടൻ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ ശരിയാക്കി തരാം. ഒന്ന് ഡീൽ എനിക്ക് നിന്നോടൊന്ന് തനിച്ച് സംസാരിക്കണം. എന്തിന് പറയാം, വാ. അതൊന്നും പറ്റില്ല. ഇങ്ങ് വന്നേ. കൈ വിടും. വിടോ. എന്താ കാണിക്കുന്നത്? എനിക്കൊരു 1000 രൂപ വേണം. 1000 രൂപയോ? എന്റെ 1000 രൂപയൊന്നുമില്ല. അതെ കേട്ടാ, വാക്ക് പറഞ്ഞാലേ അത് ഞങ്ങള് പാലിക്കും. മാന്യന്മാരങ്ങനെയാ. പറഞ്ഞ സമയത്ത് പൈസ തിരിച്ചു തന്നില്ലേ? എനിക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല പിള്ളേരാ. നോക്ക്, ചെല്ല് പോ. പോകുന്നുണ്ടില്ലേ? നീ ആരാന്നോ നിന്റെ വിചാരം? നിന്റെ പൈസ എന്നുള്ളത് പോലെയാണല്ലോ നീ വന്ന് വാങ്ങിച്ചത്. മര്യാദയ്ക്ക് ആ കാശ് തിരിച്ചു തന്നോ, അല്ലെങ്കിൽ പിന്നെ. നീ എന്തിങ്ങനെ കൊറേ നേരം പറവറന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു? നോക്കിയേ, നീ കോളേജിന്റെ പടി ചവിട്ടുന്നതിന് മുമ്പ് നിന്റെ കയ്യിൽ കാശുണ്ടാവും. അതുപോലെ ഇത് സത്യം.
എന്താ മോളെ നിന്റെ ഈ കളി ഒറ്റയ്ക്ക് സ്കൂളിൽ പോയാ മതിയോ? ഞാനും കൂടെ വരട്ടെ. എന്തിനാ തന്റെ കൊച്ചിനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത് മുതുക്കെ. ബസ് വന്നടി ഒന്ന് വാ. അപ്പോ നമ്മളോട് കാശ് ചോദിക്കാൻ നമുക്ക് നാണല്ലേ? എടാ ചാമുണ്ടേ, അധികം വൈകാതെ പോലീസുകാർ വരും. ഒരു സ്പെഷ്യൽ ടീ ഒക്കെ ഉണ്ടാക്കാൻ റെഡി ആയിക്കോ. എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു ഒന്നും മനസ്സിലാവുന്നേ ഇല്ല. പട്ടി ചന്തയ്ക്ക് പോകുന്ന പോലെ ഇങ്ങനെ തേരാ പാരാ നടക്കുക. കാല് മടക്കി തന്നു കഴിഞ്ഞാൽ 32 പല്ലും പോയി താനും കിടക്കുന്ന സമാധിയാവും. ചായക്കട തുറക്കുമ്പോ തന്നെ ഇവിടെ വന്ന് കുത്തിയിരുന്ന് ആരൊക്കെ പോകുന്നു വരുന്നു എന്നുള്ള സർവേ എടുക്കാൻ താനെന്താ വലിയ സർവേ ഓഫീസറാ? എണീറ്റ് പോടാ പോടാ. എന്താ മോനെ ഇത്? ആ പാവത്തിന് എഴുന്നേൽപ്പിച്ച് വിടുന്ന എന്തിനാ? ആർക്കാണ് ഇത്ര ചൊറിച്ചില്? 2 പന്നിക്കുട്ടി 5 ഫാം തുടങ്ങി കഴിഞ്ഞാൽ മുതലാളി ആവുന്ന അയാൾക്ക് വക്കാലത്ത് പറയാൻ നിൽക്കും അല്ലേ? നീ ഇനി മേലെ ചായ കുടിക്കാൻ പാടില്ല. വിട്ടുകളയടാ, കൊച്ചു പിള്ളേരല്ലേ. എല്ലാവർക്കും ഒരു സ്പെഷ്യൽ നീ എന്റെ ചായയില് മധുരം വളരെ കുറച്ച് മതി. ഞാൻ അവരെ പോലെ അത്ര പൊട്ടനൊന്നുമല്ല. ഉള്ള പറ്റി തീർത്തിട്ട് ഇനി ഇവിടുന്ന് ചായ മോന്തിയാ മതി. ഡോ തന്റെ പറ്റ എത്രയാ ഉള്ളത്? 400 രൂപ. മച്ചാനെ അവൻ്റെ കൊടുക്ക്. ഒരക്ഷരം വേണ്ടാതെ ചായ ഇട്. കാശൊക്കെ ചുമ്മാ വാരി അറിയുന്നുണ്ടല്ലോ. വല്ല പോക്കറ്റടി നടത്തിയോ അതോ ആരെങ്കിലും പറ്റിച്ചുണ്ടാക്കിയതോ? എടോ പടുകളവാ, വന്നിരുന്ന് ചായ മോന്നിട്ട് പോ. ഓസിന് ചായ കിട്ടാൻ വേണ്ടി വന്ന് കുത്തിയിരിക്കായിരുന്നില്ലേ? ഇങ്ങോട്ടിരിക്കാൻ വരാൻ. എടി അവൻ വരുമോ? ഉറപ്പായിട്ടും വരൂടി. വന്നാ മതി. അവന്മാരുടെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. നീ ഇവരോടെ എവിടെ ഇറങ്ങി നടക്കുക? അത് പിന്നെ ചെറിയച്ച കോളേജ് ഫീസ് ഒന്നല്ല, അത് ഇവക്ക് ബുക്ക് വാങ്ങണമെന്ന് പറഞ്ഞു. അത് ഇവിടെ വന്ന് വാങ്ങാന്ന് വെച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് വേഗം കോളേജിലേക്ക് പോകാൻ നോക്ക്. ശരി ഞങ്ങൾ പോയിക്കണം. എന്റെ അമ്മേ, എന്റെ ഈശ്വരൻ, ആകെ പേടിച്ചു പോയി. വാടി പോ. ശരി നടക്ക്. അങ്ങോട്ട് നോക്കി. കാക്കെ കണ്ടോ? ശശി എടാ അളിയ, നിനക്ക് സുഖമാണോടാ? അങ്ങനെയെങ്കിൽ പോകുന്നു. നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അല്ല, നമ്മുടെ നന്ദിനി ടീച്ചർ എവിടെയാണെന്നറിയോ? സുഖമാണോ അവർക്ക്? ഞങ്ങളുടെ കാര്യം കൂട്, അതൊക്കെ പിന്നെ പറയാം. നിന്റെ വിശേഷം പറ. ഒരക്ഷരം പോലും ഉണ്ടാവും. ഇത്രയും കാലം നീ എവിടെ പോയേ? ഞാനിപ്പോ എന്ത് പറയാനാടാ? ഞാൻ ചെന്നില്ലെങ്കിൽ അവള് ചത്ത് കളയുന്ന പറഞ്ഞേ. അതുകൊണ്ടാ അവളെയും കൂട്ടി തിരുപ്പതി കുറച്ചാള് താമസിച്ചേ. അങ്കിളിനൊരു ഹായ് പറഞ്ഞ മോളെ. ചന്ദ്രക്കുട്ടി പറയ്. നിന്നെ കണ്ടിട്ട് പേടിച്ചു. എന്റെ അളിയാ, കൊച്ചു നിന്നെ അച്ചടിച്ച് വെച്ച പോലെ അതുപോലെ തന്നെ ഉണ്ടാ. അതേ കണ്ണ്, മൂക്ക്, വാ പോലും അതുപോലെ തന്നെ. നിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ച പോലെ ഉണ്ട് ശരിക്കും. നീയും ചെറുപ്പത്തിൽ ഏകദേശം ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ? അതൊക്കെ പോട്ടെ. എന്താ പിന്നെ ഞാൻ പോന്ന കൂടെ, നമുക്ക് വൈകുന്നേരം കാണാം. വേലി കിടന്ന പാമ്പിനടുത്ത് കഴുത്തി ചുറ്റിയിട്ട് അവസ്ഥ പോലെ ആയല്ലോ. ഇതെന്താ പറ്റി? നിങ്ങളുടെ മേത്ത് ഇങ്ങനെ ചോരയൊക്കെ വന്ന്? നീ എന്താണ് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? ഈ അടി മുഴുവൻ നീ കാരണം കൊണ്ടതാ. ഞാൻ കാരണോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നീ എന്താ ചെയ്യുന്നല്ലേ? നീ കാരണം ഇവിടെ 2 കുടുംബം വെട്ടും ചാവാറായി. അല്ലെ നീ ശരിക്കും അവനോട് എന്നാ പറഞ്ഞ? ആരോട്? നാട്ടിൽ ഒളിച്ചോടി പോയ മാടസ്വാമിയില്ല, അവന്റെ കാര്യം. അവന്റെ വിശേഷങ്ങൾ ചോദിച്ചു. അതല്ലടാ ചോദിച്ചേ. അവനെ കൊച്ചിനെ എടുത്തോണ്ടെന്നപ്പോ എന്താ ചോദിച്ചേ? കൊച്ചിനെ കാണാൻ നല്ല സുന്ദരിയാന്ന് പറഞ്ഞു. അത് മാത്രമാണ് വേറെ നിങ്ങൾ നീ പറഞ്ഞ? കൊച്ചു അവനെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് നീ ഇങ്ങ് പോകുന്നില്ലേ? അവിടെ ചേട്ടനും അനിയനും തമ്മിൽ വെട്ടും കുത്തും നടക്കുക. എടാ ഞാനതിന് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. എടാ മാനസാമി പിടിച്ചുകൊണ്ടിരുന്നേ അവന്റെ കൊച്ചല്ല, അവന്റെ ചേട്ടന്റെ കൊച്ച. നീ പറഞ്ഞെന്ന് കേട്ടിട്ടേ അവന്റെ ചേട്ടൻ അവനും അങ്ങയുടെ ഭാര്യയും തമ്മിൽ എന്ന് ഉടായിപ്പെടുന്ന് പറഞ്ഞ് എന്തൊരു കുന്താന്നറിയാം അവിടെ. നിനക്ക് പിള്ളേരെ കൊഞ്ചിക്കണമെങ്കിൽ കൊഞ്ചിച്ചങ്ങ് പോയാ പോരെ. അതല്ലാണ്ട് ചിറ്റപ്പനെ പോലെ ഉണ്ട്, അമ്മവനെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നീ വെറുതെ നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കരുത്. അങ്ങനെ ഇടികൊണ്ടിട്ട് പുറത്ത് വരുന്നത് ഞാൻ ഇന്നലെ കഴിഞ്ഞ പോട്ടിയാണോ എന്റെ സ്വന്തം കോടലാണ്. ഇങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ? ആ ബ്രോക്കർ ചേർക്കാൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. പെങ്കൊച്ചിന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാന്ന് പോലും അറിയില്ല. ഒന്ന് സമാധാനിക്കേ. അവിടെ കുറച്ച് പിള്ളേര് നിൽപ്പോ, ഞാൻ അവരോട് ചോദിച്ചിട്ട് വരാം. മോനെ, അയ്യപ്പന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അയ്യപ്പന്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ? അതെ മോനെ, പറഞ്ഞു തരാം. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞോ. വഴി പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു ആപ്പിൾ തരണം കേട്ടോ. ആപ്പിളോ? കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ. ആപ്പിളൊക്കെ ഞാനിപ്പോ തരാം. സഹായം ചോദിച്ച ആപ്പിൾ കൊടുക്കും. എന്ത് കഷ്ടം. എന്നാ മോനെ ആപ്പിൾ. എടാ അളിയാ, ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ഇവിടെ ആരാ? എടാ നിനക്ക് അയ്യപ്പനാണെന്ന് മനസ്സിലായില്ലേ? എടാ നടത്തറയിലെ നാരായണന്റെ മോനൊരു പെണ്ണിനെ വെച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ലേ? അവളുടെ പേര് രാധാമണി എന്നല്ലേ? അയ്യപ്പൻ എന്ന് പറയുന്ന അവളുടെ അപ്പന്റെ പേരാണ്. അങ്ങനെ പറ. ഈ രാധാമണിയുടെ അച്ഛനാണ് അയ്യപ്പൻ അല്ലേ? ചേട്ടാ, ഇവിടെ നിന്ന് നേരെ കുറച്ച് ദൂരം പോയിട്ട് വലത്തോട്ടൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടം വരും. അതിനടുത്ത് കാണുന്ന വീടാ രാധാമണിയുടെ വീട്. അല്ല, അങ്ങോട്ട് പോകുന്നത് എന്തിനാണോ? ഒരു പെണ്ണ് കാണലിൽ പോവാ മക്കളെ. രാധാമണിയെ കാണാൻ പോവായിരുന്നല്ലേ? ഓ, നല്ല പെങ്കൊച്ചാണ് കേട്ടോ. ആരുടെ മുഖത്ത് പോലും നോക്കില്ല. അത്രയ്ക്ക് നല്ല കൊച്ചാണോ? നിങ്ങളുടെ വീട്ടിൽ മരുമോളായിട്ട് അവള് വരണമെങ്കിൽ അത്രയ്ക്ക് പുണ്യം ചെയ്തോണ്ടാ നിങ്ങള്. ചെല്ല് പോയി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഈശ്വരൻ കാണിച്ചു തന്നായി മോനെ.
എല്ലാവരും തൊട്ട് വണങ്ങിട്ട് പോകും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നന്നായി. എന്തായാലും വഴി ചോദിക്കാനായിട്ട് പറ്റിയ ആളെയാ കണ്ടു കിട്ടിയത്. സാധാരണ പരദൂഷണം പറയുന്നവന്മാരാ. ഇതുപോലുള്ള നല്ല പിള്ളേരെ എവിടെ കിട്ടാനാ? നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഉള്ള സത്യമല്ലേ പറഞ്ഞേ. അതുകൊണ്ട് കാല് തൊട്ട് വന്നിച്ച് ഇതൊക്കെ വെച്ചിട്ട് പോയി. ഇതെടുത്തോടാ, ആ പോവാ. വന്ന് തൊലക്കി. എടാ ആർത്തി കാണിക്കല്ലേ, കുറച്ചെടുക്ക്. ഇന്നത്തെ മദ്യപാനത്തിനുള്ള ടച്ചിങ്സ് റെഡിയായേ. അളിയാ എന്നാ പിന്നെ തുടങ്ങിയാലോ? ഇവന്മാരെ എന്താ കട്ടുറുമ്പ് കടിച്ചോ? ഒന്ന് ഒതുങ്ങി നടന്നു പോടാ. സൈക്കിൾ ഓടിക്കണേ പോടാ. സിന്ധു നീ എന്താ ഇവിടെ? ഏയ് എന്നെ പറ്റിച്ചിട്ട് പോവാന്നാണല്ലേ നീ വിചാരിച്ചത്? ഇന്ന് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഏയ് ഞാൻ അതാണോടാ നിന്നോട് ചോദിച്ചേ. നിന്നെ തന്നെയാടാ ഞാൻ കുറെ നേരമായിട്ട് നോക്കി നിൽക്കുന്നത്. കോളേജിൽ കൊടുക്കാനുള്ള ഫീസ് എന്റെ അടുത്ത് വാങ്ങിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും തരാന്നല്ലടാ നീ പറഞ്ഞിരുന്നത്. നിന്നെ വിശ്വസിച്ച് ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയോ? അവിടെയുള്ള ആളുകളൊക്കെ എന്നെ ഒരുമാതിരി നോട്ടമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ നാണം കെട്ടങ്ങി ഇല്ലാതായി. അറിയോ നിനക്ക്? അറിയോന്ന്? അതും പോരാഞ്ഞ് അച്ഛന്റെ മുമ്പിൽ പോയി പെടുകയും ചെയ്തു. എന്തായാലും എന്റെ മുന്നിൽ വന്ന് പെട്ടല്ലോ നീ. ഇപ്പൊ എന്റെ പൈസ തന്നില്ലെങ്കിൽ എന്റെ പൈസ ഞാൻ പറയട്ടെ വിട്. ഞാൻ തന്നെ തനിച്ച് കണ്ട് തരാനിരിക്കായിരുന്നു. അപ്പോഴേക്ക് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വെറുതെ നാണം കെടുത്തിരുന്നില്ല. ഞാൻ പറയട്ടെ തരാം കയ്യിലുണ്ട്. പെങ്ങളെ പെങ്ങൾക്ക് പഴം വേണം. കിട്ടാനുള്ള കാശം കിട്ടിയില്ല പിന്നെന്താ? ഞാൻ നിന്നെ തനിച്ച് കണ്ട് തരാനിരിക്കായിരുന്നു. മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്താനായിട്ട് ഓരോന്നിങ്ങനെ ഇറങ്ങിക്കോളൂ. ഓരോ മക്കളെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ വൃത്തികെട്ടവൻ എന്താ ചെയ്തേന്ന് നിനക്കറിയോ? അതെ എന്റെ മോൻ എന്താ ചെയ്തേ? പെണ്ണ് കാണാൻ വന്നവരോട് ഇല്ല കഥ പറഞ്ഞ് തിരിച്ചയച്ചു. ഇതെങ്ങാനും എന്റെ ഭർത്താവ് പറഞ്ഞാൽ എന്താ ഉണ്ടാവും അറിയാലോ? ഒറ്റ ഒരെണ്ണത്തിനെ പോലും വിടാതെ വെട്ടി നുറുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാര്യയാണല്ലോ എന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് സംസാരിച്ചപ്പോ നീ അങ്ങ് തലേ കയറുക. നിന്റെ കെട്ടിയോനും ഞാൻ ഇലക്ഷൻ നിന്നതാ. ഒറ്റ വോട്ടിനാണ് ഞാൻ തോറ്റത്. എന്ന് വെച്ച് നീ ഇതേ ഇത്ര നിലത്തി നാക്ക് നേടുന്ന എന്തിനാ? കുടുംബത്തോടെ കുഴിവെട്ടി മൂടുവന്നല്ലേ? അതിന് നിന്റെ കെട്ടിയോൻ ആരടി? കുഴിവെട്ടുകാരനാ? എടി എന്റെ മോൻ എന്ത് തെറ്റാടി ചെയ്ത്? അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവൂടി. എന്റെ മോൻ പറഞ്ഞാൽ എന്താണ് തെറ്റുള്ളത്? നാട്ടുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യല്ലേ? എന്റെ മോനൊന്നും ഇങ്ങോട്ട് വന്നോട്ടറി. നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവനെ ഇവിടെ വെച്ച് കൊല്ലി ഞാൻ. അങ്ങനെ ഒരു മോൻ വേണ്ട എനിക്ക്. ഞാൻ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമായ ഭഗവാനെ ക്ഷേത്രത്തിൽ നടന്ന് നമ്മുടെ വീട്ടിലും കൊണ്ടുവന്ന് വെക്കുന്ന പോലെ എന്നെ ഇങ്ങനെ വീടിന്റെ വാതിക്ക് വരെ കൊണ്ടാക്കിയില്ലേ? അതാ യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ വൃത്തിയായിട്ടവൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അവന് പിടിക്ക് വന്നില്ലല്ലോ. അവരെ വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഭയങ്കര പ്രശ്നമായി. പിന്നെ എന്താ നിന്റെ വീടിന് മുമ്പിൽ തന്നെ ആൾക്കാർ കൂടി വെക്കുന്നു. പറഞ്ഞത് കാണില്ല. അവിടെ പോയി നോക്കിയാലും കാര്യം അറിയോ? നിങ്ങൾ വന്നേ പോയി. നാട്ടിൽ മൊത്തം തോന്നിയ ദിവസം പറഞ്ഞ നടക്കാം. എന്റെ ആളൊന്ന് വരട്ടെ, എന്താ നടക്കാന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ അഹങ്കാരം കണ്ടില്ലേ? എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിച്ചിട്ട് പോന്നു. ആണുങ്ങളായിരുന്നെങ്കിൽ വെട്ടി കമത്തിയാലേ ഞാൻ. പെണ്ണായി പോയി പെണ്ണ്. ലെവലേശം നാണം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുവോള്. എന്നാ ഞാൻ ഇവിടെ നാട്ടുകാരും കൂടിയൊക്കെ എന്തിനാ വീണ്ടും ഇലക്ഷനിൽ നിൽക്കാൻ പോവാ? അതിന് ഈ നിൽക്കുന്ന ഒരൊറ്റൊരുത്തിനും വോട്ട് ചെയ്യാനില്ല. അതെടാ നിന്നെ പോലൊരു മുതുകാലിനെ ഉണ്ടാക്കി എനിക്ക് ആര് വോട്ട് ചെയ്യൂടാ? അല്ലടാ നീയൊക്കെ കുളിച്ചോണ്ടിരിക്കുമ്പോ ആ പെണ്ണ് കാണാൻ വന്ന വീട്ടുകാരോട് എന്തൊക്കെയാടാ പറഞ്ഞേ? വഴി പറയാൻ പറഞ്ഞു കൊടുത്തു. എടാ വഴി ചോദിച്ചാലാണോ ആ പെണ്ണ് ഇവിടെ ഒന്ന് തെറി പറഞ്ഞിട്ട് പോയെ? ചോദിച്ചതിന് മറുപടി പറയടാ. ഇതാണ് നടന്നത്, മനസ്സിലായില്ലേ? അത് തന്നെ റീപ്ലേ ചെയ്ത് അടിപൊളിയായിട്ട് കാണിച്ചില്ലേ? കറക്റ്റ് ആയിട്ടല്ലേ പറഞ്ഞേ? അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? റണ്ണൗട്ട് അല്ല നോട്ടൗട്ടാ. വാ എന്നവരെ പിരിഞ്ഞു പോകാൻ നോക്കിയേ. അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒന്നും മനസ്സിലായില്ലല്ലോ. എന്താ ഈ റണ്ണൗട്ട് നോട്ടൗട്ട്? അതും എനിക്ക് മനസ്സിലായില്ല. അല്ല സാധാരണ എന്തെങ്കിലും മത്സരത്തിൽ ജയിച്ചാലാ ഇതുപോലത്തെ മാല ഇട്ടോണ്ട് പിള്ളേര് വീട്ടിലേക്ക് കയറി വരുന്നത്. അതേപോലത്തെ മാല ഇട്ടോണ്ടാ വന്നിരിക്കുന്നത്. ഇതെന്തോന്ന് മാലയാടാ? നിങ്ങൾ വിട്ടോ, നമുക്ക് പിന്നെ കാണാം. ഇവന്റെയൊക്കെ വർത്താനം കേട്ടിട്ട് എന്തോ ഒപ്പിച്ചു വെച്ച ലക്ഷണമുണ്ട്. നിനക്കെന്താ വല്ല പ്രാന്തും ഉണ്ടാ? ആളും തരം അനുസരിച്ച് വേണ്ട ചോദിക്കാൻ. നീ ചോദിച്ചോണ്ടെങ്കിൽ വെച്ച് നീട്ടി തരും. തന്ന പൈസ കുത്തിന് പിടിച്ച് വാങ്ങിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ നീയൊക്കെ ചോദിച്ചാൽ ആരാ കാശ് കടം തരിക? നീ ബോളിങ്ങട്ടെ. അല്ല നീ എന്നെ പറഞ്ഞു വരുന്നത് കടം വാങ്ങാനാണെങ്കിലും വർക്കത്തോളം മുഖം വേണ്ട. അത് പിന്നെ അങ്ങനെയല്ലേ? കടം തരുന്നവൻ ചിരിച്ചോണ്ട് തന്നാലേ കടം വാങ്ങിക്കുന്നവൻ കരഞ്ഞോണ്ട് വാങ്ങിക്കാൻ പറ്റും.
എന്നാ പിന്നെ നമ്മുടെ സിന്ധുവിനെ കാണാൻ നല്ല ഭംഗിയില്ലേ, അവളുടെ അടുത്ത് ചെന്ന് ചോദിച്ചാലാ? അത് പറയാനൊന്നുമില്ല, അതങ്ങ് ചെയ്താ മതി. അപ്പൊ ആരും ചെയ്യാൻ പോകുന്നെ? അതിനല്ലേ ഈ അളിയനോട് നിൽക്കുന്നേ. ഏയ് നീ എന്താ കളിക്കുക? എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എടാ വാങ്ങിയത് തിരിച്ചു കൊടുത്തിട്ട് ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല, എന്നിട്ട് വീണ്ടും പോയി ചോദിക്കാനാണോ? അവളുടെ അടുത്ത് ചെന്ന് എന്റെ ഉള്ള സമാധാനം കളയുന്നതിന് ഒരു രക്ഷയില്ല മോനെ. നീ എന്താ അളിയോ ഇങ്ങനെയൊക്കെ പറയുന്നേ? കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിലല്ലേ ബന്ധം അങ്ങ് സ്ട്രോങ് ആവും. എന്താടി അങ്ങ് നോക്കടി, ഫോർട്ടന്റെ ഗ്രൂപ്പല്ലേ, അതെനിക്കറിയാവുന്നതാണല്ലോ. ഏയ് അതെന്റെ ആളാ. നേരം വെളുത്താ മതി, അപ്പം വായി നോക്കാൻ ഇറങ്ങും. സന്ധ്യയായ സകല ബാറിലും കയറി നിരങ്ങും. അതല്ലേ ഇവന്റെ ഒക്കെ പണി. ഞാൻ അവിടെ എത്തുമ്പോ അവൻ എന്നെ നോക്കും, എന്നെ നോക്കി ചിരിക്കും, അവന് നാണവും വരും. പക്ഷെ ഞാൻ അവനെ കണ്ട കാണാത്ത പോലെ ഇങ്ങ് പോയി കളയും. ആര്? അവൻ നിന്നെ കാണും, നാണം വരും, ചിരിക്കും. നീ കാണാത്ത പോലെ പോവൂലേ? എത്ര സിനിമയിൽ ഇതൊക്കെ കണ്ടിരിക്കുന്നു. ബാക്കി പറ. നോക്കിക്കോ, അവനെ എന്നോട് സംസാരിക്കാനായിട്ട് വരും. എടേ, ഞാൻ പോയി എന്തെങ്കിലും സംസാരിച്ചിട്ട് വരട്ടെ. പോയിട്ട് വരാവേ. എന്താ ഇളയരാജ സാറിന് BGM ഇട്ട് കളിക്കുക? ഇത്ര സ്ലോ മോഷനിൽ വരാനായിട്ട് ഒന്ന് വേഗം നടന്നേ. ഹലോ, എന്താ എന്തിനെങ്ങനെ ചൂടാവുന്നേ? എനിക്കൊരു 500 കടന്നാ വൈകുന്നേരം തരാം ഞാൻ. പൈസയോ? എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. ഒന്ന് പോവാൻ നോക്കിയേ. എന്നൊന്ന് വിശ്വസിക്കുന്നത് ഞാൻ വൈകുന്നേരം തരാന്നേ. ഇല്ലാന്ന് പറഞ്ഞാ ഇല്ല. ഇഷ്ടമെന്ന് പറയുന്നു വിചാരിച്ചപ്പോ പൈസ. വെറുതെ കളിക്കാൻ നിക്കല്ലേ, എന്റെ കയ്യിൽ കാശൊന്നുമില്ല. ഇത് നോക്ക്, വെറുതെ ശല്യപ്പെടുത്താതെ പോവാൻ നോക്ക്. അതെനിക്ക് വേണ്ട കാശാ. അത് മാത്രം എടുക്കല്ലേ. നിനക്ക് വേണമെങ്കിൽ ഞാൻ വേറെ പൈസ തരാം. അതെടുക്കല്ലേ പ്ലീസ്. പറയുന്നത് എന്താ നിനക്ക് മനസ്സിലാവാത്തെ? ചേട്ടന്റെ മോൻ ശശി അവിടെ ആരോ റോഡിലിട്ട് അടിക്കുന്നു. ചേട്ടൻ നിങ്ങൾ അറിഞ്ഞില്ലേ? ചേട്ടന്റെ മോനെ അവിടെ ആരോ എടുത്തിട്ട് പെരുക്കും പറഞ്ഞു കേട്ടില്ലേ? നീ ഒന്ന് വേഗം വന്നേ. എന്റെ മോനെ നീ എന്തായി കാണിക്കുന്നേ? എന്തിനാണ് അടി ഉണ്ടാക്കിയേ? നിന്റെ മോനെ മര്യാദയ്ക്ക് വളർത്തിക്കോ, ഇല്ല അവന്റെ ഞരമ്പിൽ രക്തം ഓടില്ല. സൂക്ഷിച്ചോ. ആരുടെ വീട്ടിലെ പെങ്കൊച്ചിനെ കുറിച്ചാണ് നീയൊക്കെ പറഞ്ഞേ? കാര്യം എന്താ? അയാളായിട്ട് എന്താ പ്രശ്നം? ചോദിച്ചു കേട്ടില്ലേ? ചേട്ടാ, അന്ന് കിണച്ചിങ്കരയിൽ ഇരുന്ന് രാധാമണി കുറെ കുറ്റം പറഞ്ഞില്ലേ? അതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ അടിയുണ്ടായതാ. നിന്നുണ്ടല്ലോ. എന്റെ തലയിലെഴുത്ത് മകനായിട്ട് കിട്ടിയെന്നെ കണ്ടില്ലേ? വീട്ടിലേക്ക് വാ നീ.
കാണിക്കാ മനുഷ്യ? എടി അവൻ ഇതുവരെ പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ തല്ലിയിട്ടുണ്ടോ? ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വഴിയാതരാക്കിയ ഞാൻ മിണ്ടാതിരിക്കണോ? എടാ നിനക്കൊരു പെങ്ങളുണ്ടായിട്ട് അവക്ക് ഈ ഗതി വന്നാ നീ വെറുതെ ഇരിക്കോടാ? പറയടാ. ഒന്ന് നിർത്തി. ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തേ? അവനെ ഇത്രയും കൊഞ്ചിച്ച് വഷളാക്കിയത് നിങ്ങൾ തന്നെയാ. എന്നിട്ടിപ്പൊ അവനെ അടിക്കാൻ വന്നിരിക്കുന്നു. ഒന്ന് പോയേ. പാവം എന്റെ മോനെ ഒരുപാട് തല്ലിയിട്ട്. കുഞ്ഞു നീ തന്നെ കളിയാക്കടാ. നീ നാട്ടിലോരെ പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ അത് കണ്ട് വെറുതെ ഇരിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിച്ചോട്ടെ. നിനക്കെന്താ പ്രശ്നം? ഒരു ജോലി ഇല്ലാതെ വല്ലവരെയും കുറിച്ച് തോന്നിവാസം പറഞ്ഞു വരുത്തി ഇതുപോലെ തല്ലുള്ളൂ. നിന്നോടൊക്കെ ഞാൻ കാണിച്ചു തരാടാ. അടിച്ചെന്റെ തോല് കൊടുക്കും ഞാൻ. കഴിച്ചിട്ട് പോടാ. കാട്ടുപോത്ത് നീ തന്നെ പറ്റിട്ടാണോ? ആമ്പിള്ളേരായ അങ്ങനെയൊക്കെ കാണിക്കും. നിങ്ങളും കുറവൊന്നും അല്ലല്ലോ. നിർത്തടി. അവള് വക്കാലത്ത് പറയാൻ വന്നേക്കണു. അത് അവന് വേണ്ടി. അതെ ഞാൻ ഒരു കാപ്പി ഇട്ട് തരട്ടെ? കാപ്പി കൊണ്ട് നിന്റെ അണ്ണാക്കിലൂട്ടടി. ഞാനെന്താ കഷ്ടപ്പെട്ടാ നിനക്കൊക്കെ ചെലവിന് തരുന്നേ? നീ പോയി നാട്ടുകാരെ കുറിച്ച് ഓരോന്ന് പറഞ്ഞപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നോളൂ അല്ലേ? നിന്നെ ഞാൻ കാണിച്ചു തരടാ. എന്താണ് നീ വിചാരിച്ചേ? അവന് വിടാൻ. അവൻ അറിയാതെ പറഞ്ഞു പോയതായിരിക്കുന്നേ. ബഹളം ഉണ്ടാക്കല്ലേ? നീ ഒറ്റ ഒരു കാരണം ഈ കുടുംബം നശിക്കുന്നത്. നേരം വെളുത്ത ടിവിയുടെ മുമ്പിൽ ഇരിപ്പാവള്. ഈ വീട്ടിൽ എന്ത് കാര്യങ്ങൾ നടക്കുന്നെന്ന് ഒരു കാര്യമൊക്കെ അറിയില്ല. നിന്നെ ഞാൻ തീർക്കൂടി. ഈ കൂടെ ഇവരെയും തീർക്കുന്നു. നാട്ടുകാര് പലതും പറയും. എന്ന് വെച്ച് നല്ല ബന്ധം വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, സാറ് ഞങ്ങളുടെയൊക്കെ നേതാവാ. നല്ല മനസ്സുള്ള മനുഷ്യൻ. നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയെ എങ്ങനെ വളർത്തിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? അതും സത്യ. ഇവിടുത്തെ പെങ്കൊച്ചിനെ മരുമോളായിട്ട് കിട്ടാൻ ഞങ്ങളൊക്കെ ഭാഗ്യം ചെയ്യണം. അച്ഛാ, പെൺകൊച്ചിനോട് ആദ്യം ഒന്ന് വരാൻ പറ. എനിക്കിത് കാണണ്ടേ? ആ പിന്നല്ലാതെ. ചെറുക്കൻ എത്ര നേരം വെച്ചാ നമ്മുടെ മോന്തം കണ്ടോണ്ടിരിക്കുന്നേ. പെണ്ണിനോട് വരാൻ പറ. ശിവകാമി, പറയേട്ടാ. മോളുടെ കയ്യിൽ കാപ്പി കൊടുത്തേക്ക്. നീ ഇങ്ങനെ വാടി നിൽക്കാതെ ചിരിച്ചോണ്ട് ചെല്ലും. ഞങ്ങൾക്കൊക്കെ പിന്നെ തന്നാ മതി. ചെറുക്കൻ ആദ്യം കൊടുക്ക്. അവൻ കൊറേ നേരമായിട്ട് നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുക. പെങ്കൊച്ചിനെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങളുടെ മരുമോൾ ഇനി ഇവള് തന്നെയാന്ന് അങ്ങ് തീരുമാനിച്ചു. ഇനി വൈകാതെ തീയതി തീരുമാനിച്ചേക്കാം. ഒരുപാട് സന്തോഷം. എത്രയും പെട്ടെന്ന് ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് നിങ്ങളെ അറിയിക്കാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ശരി, ഞങ്ങൾ ഇറങ്ങാം. ദിവസം കൂടാം. ഏതായാലും നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ചെറുക്കൻ തന്നെയാ. ശശി തല്ലുകൊണ്ടൊരു വഴിക്കാളിയാ. അവൻ തന്നെ എന്റെ നട്ടലോണ്ട് ഊരി വീണ് എന്റെ കിടക്കാണ്. വീട്ടിൽ ഞാൻ പറയുന്നേ ഇല്ല. എന്ത് പറ്റിയടാ തലതെറിച്ചവന്മാരെ? അണ്ടി പോയ അണ്ണാനെ പോലെ ഇവിടെ വന്നിരിക്കുന്നതിനാ? നിങ്ങളൊരു വാർത്ത അറിഞ്ഞോ? തെക്കേലെ കാർത്തികേയന്റെ ഭാര്യ പലചരക്കടയിലെ കണാരന്റെ കൂടെ കുറച്ചു മുമ്പ് ഒളിച്ചോടി പോയെന്ന്. അവര് രക്ഷപ്പെട്ടു പോകുന്നതിന് മുമ്പ് എനിക്ക് നാട്ടുകാരെ മുഴുവൻ വിവരം അറിയിക്കണം. ഇല്ലെങ്കിൽ എനിക്ക് യാതൊരു സമാധാനം കിട്ടില്ല. ഒരു പണിയില്ലേ? എടോ കഴിഞ്ഞില്ലേ? നിങ്ങളെ പോലുള്ള വേറെ തലതെറിച്ചവന്മാര് ആരും കാണാതെ ചാരായോ മാറ്റി അതുകൊണ്ട് ഗോഡൌണിലേക്ക് പോകുന്നുണ്ടെന്ന്. ഇത് നാട്ടുകാരെ അറിയിച്ചില്ലെങ്കിലേ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് കയറും. തലവേദന എടുത്തിട്ട് പയ്യെ പോയി എല്ലാവരോടും പറയട്ടെ. അതായിട്ട് പറയണ്ട, വാ അങ്ങോട്ട് നോക്കാം. എന്റെ നടു. എടാ ഇതെവിടെ ആരും നിൽക്കുന്നുണ്ട്. എടാ വേഗം വാ നോക്കാം. എടാ നിക്കടാ, ഞാൻ വരുന്നു. ഇതിലേടാ അവര് പോയത്. ആ കരിമ്പും കാട്ടി പോയി നോക്കടാ. ഓടാ. എടാ ഒന്ന് വേഗം വാടാ. അവിടെയൊക്കെ പോയി നോക്കടാ. ശരി. നേരം വെളുക്കുന്നതിന് മുമ്പ് അവരെ കണ്ടുപിടിച്ച കരിമ്പും കാട്ടിലിട്ട് കത്തിച്ചേക്കടാ. നിങ്ങളോട് പറഞ്ഞു നിൽക്കാൻ.
എടാ നിങ്ങൾ എവിടെയാടാ? അവർ രണ്ടുപേരും കണ്ടുപിടിച്ചോ? ഇല്ലേ? ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ കൺമുമ്പിൽ ഇതുവരെ വന്ന് ചാടിയിട്ടില്ല. ആയിക്കോട്ടെ, നീ ആ കവലയിലേക്ക് വന്നേക്ക്, ഞങ്ങൾ അങ്ങോട്ട് വരാം. വാടാ വാടാ വാടാ. അന്ന് വലിയ വർത്താനായിരുന്നു നിന്റെ ചേട്ടൻ. എടാ, ഇവരെ രണ്ടുപേരും നാട്ടുകാരുടെ മുമ്പിൽ നിർത്തി നമ്മൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു തെളിയിക്കണം നമുക്ക്. എന്റെ കാലം എടുത്തൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഇതിലൊന്നും മയങ്ങാനും പോകുന്നില്ല. അന്നേ എന്റെ ചേട്ടൻ എന്തൊരു ഡയലോഗായിരുന്നു അറിയോ? ഇന്ന് വരട്ടെ, അങ്ങേരുടെ പണിക്കുട്ടി ഞാൻ തീർത്തു. പെട്ടെന്ന് വാടാ. എവിടെ പോയാലും കണ്ടുപിടിക്കണം. എല്ലായിടത്തും അരിച്ചു പറക്കണം. നിങ്ങളായിരുന്നോ ഇവിടെ? എന്താ പരിപാടി? നീ എന്താ കണ്ണുരുട്ടി നോക്കുന്നേ? പറടാ. ഞങ്ങൾ എന്തേലും തനിക്കെന്താ താനെന്ന് പോടും. രാധാമണി നാരായണന്റെ മോന്റെ ഒപ്പം പോകണം നിങ്ങൾ കണ്ട? അയ്യോടാ, സത്യമാണോ? എടാ കേട്ടില്ലേ, രാധാമണി ഒളിച്ചോടി പോയെന്ന്. തന്റെ പെങ്ങളെ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു. ചേട്ടനൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവന്മാരെ വെട്ടി നുറുക്കും ഞങ്ങള്. നിർത്തടാ, ആദ്യം അനിയത്തെ കണ്ടുപിടിക്കാം. നിന്നെയൊക്കെ ഞാൻ പിന്നെ കണ്ടോളാടാ. ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ലേ, ചുമ്മാ വിരട്ടും കൊണ്ട് ഇറങ്ങിയേക്ക. നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. എടാ എനിക്ക് ചാടാനൊന്നും പറ്റില്ല, ഞാൻ ഇതിലെ വരാം. എടാ പതുക്കെ പോണ, ഞാനും വരുന്നത്. ചേട്ടാ, നമ്മുടെ നാരായണന്റെ വീടൊക്കെ പൂട്ടിയിട്ടേക്കുവാ. അവനും അവന്റെ കുടുംബം രാത്രി തന്നെ ഇവിടുന്ന് നാട് വിട്ടുപോയി. നമ്മുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്യടാ. ശരിയേട്ടാ. അറിയാവുന്നിടത്തൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു, ആരും അവരെ കണ്ടിട്ടില്ലെന്നാ പറയുന്നത്. ചേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാ. ആ നാണം കെട്ടവൻ എവിടെയാണെങ്കിലും പിടിച്ചോണ്ട് വാ. അവന്റെ കഴുത്തെടുത്ത് പട്ടിക്കിട്ട് കൊടുത്താൽ എനിക്ക് സമാധാനാവും. ഇത്രയും കാലം ഈ കുടുംബത്തിന് ഒരു വിലയുണ്ടായിരുന്നു. ഇപ്പോഴോ എന്താ അവസ്ഥ? നാട്ടുകാരുടെ മൊത്തം ഞാൻ ഇനി എങ്ങനെ നോക്കും? ആ തെണ്ടി കാരണം നാട്ടുകാർ ഇനി കാറ് തുപ്പും. ചെല്ല്, ചെന്നിട്ട് ആ നായ വലിച്ചഴിച്ചു കൊണ്ടുവാ. അതെ, നിങ്ങളുടെ മോന്റെ കൂർക്കമ്പലി വല്ലതും കേൾക്കുന്നുണ്ടോ? പിന്നെ കേൾക്കാതെ പാവം, അവനെങ്കിലും സമാധാനമായിട്ട് ഉറങ്ങട്ടെ. അവനെ വഷളാക്കിയത് നിങ്ങളാ. എന്തോ ഈ കുടുംബത്തിന്റെ ചെലവ് മുഴുവൻ അവൻ നോക്കുന്നത് പോലെയാണല്ലോ പറയുന്നത്. അവൻ ചെലവിന് തന്നിട്ട് ജീവിക്കാൻ നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ടില്ലേടി. പിന്നെ ഇതൊക്കെ അവന്റെ മുത്തശ്ശന്റെ സ്വത്താ. അവന്റെ കൂർക്കമ്പലി പോലും മുത്തശ്ശന്റെ പോലല്ലേ. ഒരു വെളിവും ഇല്ലാതെ ഇങ്ങനെ പറയല്ലേ. അവൻ കാണിക്കുന്നല്ല മുത്തശ്ശനെ പോലെയാ. ഞാൻ മുത്തശ്ശന്റെ സ്വത്തെന്ന് പറഞ്ഞില്ലേ, അത് ഈ വീടും പൈസ ഒന്നുമല്ല. ഇവൻ ഈ കാണിച്ചു കൂട്ടുന്നില്ലേ, അതൊക്കെ മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ. അതാ മുത്തശ്ശന്റെ സ്വത്ത്. നമ്മുടെ മോനെ എന്തെങ്കിലും നമ്മുടെ അടുത്ത് വന്നൊരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാ അന്ന് അവൻ മാറിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിനക്ക് മനസ്സിലായോ? നല്ല കുടുംബ പാരമ്പര്യം തന്നെ. ഇവളും കൊള്ളാം, ഇവളുടെ മോനും കൊള്ളാം. അവൾ അവിടെ എങ്ങാനും വന്നോ ചേച്ചി? അവള് വന്നു എന്നും പറഞ്ഞ് എന്നെ വിളിക്കരുത്, ചത്തു എന്നും പറഞ്ഞ് മാത്രം വിളിച്ചാ മതി. നാണം കെട്ടവളെ. എന്താടാ ശങ്കര, നീ എന്താ സുഖമായിട്ടിരിക്കുന്നോ? വലിയ അഭിമാനം കൊണ്ട് നടന്ന ആളല്ലേ, എന്നിട്ട് ഇപ്പൊ നിന്റെ അഭിമാനം എവിടെ പോയി? അന്ന് നിന്റെ മോളുടെ കയ്യെ കയറി പിടിച്ചതല്ലേ എന്റെ മോന്റെ കൈ വെട്ടിയേ. എന്നിട്ട് ഇപ്പോഴോ നിന്റെ പെങ്ങൾ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ?
ചെല്ല് കണ്ടുപിടിച്ച് വേഗം വെട്ടിക്കൊണ്ടു വാ. ആ നാട്ടുകാരൊക്കെ ഇനി കാറ് തുപ്പും. ഹു. കുറച്ച് കാശ് വന്ന് കയറുമ്പോ സ്വന്തം ബന്ധമൊന്നും മറന്നു പോരുത്. എന്റെ മോനെ വിട്ട് വേറൊരുത്തരെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? അവള് വേറൊരുത്തിന്റെ കൂടെ ഒളിച്ചോടി പോയി. ഇനിയിപ്പോ അവള് തിരിച്ചു വന്നൊന്നും ഇരിക്കട്ടെ. വല്ലവന്റെ കൂടെ പോയവളെ ആര് കെട്ടാനാ? എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം ബന്ധമൊക്കെ കൂടെ വേണം. അതെപ്പോഴും ഓർമ്മയുള്ളത് നല്ലതാ. അതെ, വന്നു കഴിഞ്ഞാൽ വന്ന കാര്യം പറഞ്ഞിട്ട് പോയിക്കോണം. അല്ലാതെ വായി തോന്നിയതെല്ലാം വിളിച്ച് പറയാൻ നിൽക്കരുത്. അല്ലെങ്കിലേ അദ്ദേഹം ഇവിടെ ഭ്രാന്ത് കയറിയിരിക്കുക. അതിന്റെ ഇടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്. ഇറങ്ങി പൊടി. അതെ, അവന്റെ കൈ വെട്ടിയതിന്റെ പകരം ഈ രണ്ടെണ്ണത്തിന്റെ വാ വെട്ടിയാൽ മതിയായിരുന്നു. ഒന്ന് നിർത്തടി. ഞങ്ങളുടെ വാ വെട്ടുന്നതിന് മുന്നേ നാട്ടുകാരുടെ വാടക്കാൻ നോക്ക്. അതെ, ഇവരോടും സംസാരിച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് പോകാം. മനുഷ്യനാണെ കുറച്ചൊക്കെ ബോധം വേണം. അതില്ലാത്ത ഇവനോട് എന്ത് പറയാനാ? എടാ നമ്മുടെ ശശി എവിടെ പോയി എന്ത് ചെയ്യാന്ന് ഒരു ഐഡിയ കിട്ടണില്ലല്ലോ. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നു. അത് ഇങ്ങനെ ഓടുന്ന എടാ നീ എന്തിനാ അവളെ കണ്ട് ഓടി? എന്താ ഭാഗ്യം രക്ഷപ്പെട്ടു. മിണ്ടാതിരിക്കി. ഇപ്പൊ എന്നെ ഇങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്നെ. രാത്രി രാസാത്തി ആനന്ദനും ഒളിച്ചോടി പോയത് നീ അറിഞ്ഞായിരുന്നോ? അത് നിനക്കെങ്ങനെ അറിയാം? പതുക്കെ പറ. അവന്മാരത്തെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായി. നിന്നോട് ആരെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ? ആ തവളവായനല്ലേ അവൻ. ശരി ശരി, അതൊക്കെ വിട്. നമ്മളെപ്പോഴാ ഇങ്ങനെ കല്യാണം കഴിക്കുന്നത്? നീ എപ്പ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങി വരാം. ഒന്ന് പോയടി. ഇന്ന് നീ എന്റെ അടുക്കുന്ന രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്നെ അങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണം വരുവാ. അപ്പോ മുഖം നോക്കാതൊരു കാര്യം ചെയ്താലോ? വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓ, കാലം പോയൊരു പോക്ക്. എന്തൊക്കെ കാര്യങ്ങൾ കല്യാണം പെട്ടെന്ന് നടക്കൂ. ഇടറോട്ടി കൂടെ നടക്കാൻ വയ്യ. എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ. അതെ, ഇതൊന്നും നിർത്തുമോ നീയൊക്കെ? സിന്ധുവിന്റെ അച്ഛൻ ഈ വഴിക്ക് നടന്നു വരുന്നുണ്ട്. സിന്ധുവിന്റെ അച്ഛനോ? എടി നിന്ന് പോന്നോക്കി. എന്തിനാ? ഞാനെന്തിനാ പോകുന്നേ? നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. വരുന്നവരൊക്കെ വരട്ടെ, ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിക്കാൻ പോവാ. എന്താ ഇവിടെ തന്നെ നിക്കാൻ പോണെന്നോ? എടി ഒന്ന് വേഗം പോവാൻ നോക്കി ഇവിടുന്ന്. ഇന്ന് നിങ്ങളുടെ രണ്ടുപേരുടെ അവസാനം. എപ്പോ നോക്കിയാലും ഇതാ. പോകുന്നവരോടും വരുന്നവരോടൊക്കെ കാശ് ചോദിച്ചിങ്ങനെ നടക്കാൻ ഒരു നാണമില്ലേ നിങ്ങൾക്ക്? പല ജോലിക്കും പോയിക്കൂടെ? തീരെപ്പാരെ ഇങ്ങനെ നടന്നോളും. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിൽ നല്ലതേ വല്ല അമ്പലത്തിലും പോയിട്ട് പിച്ചെടുക്കുന്നതാ. ഇത് നോക്കിക്കേ, ഇനി മേൽ എന്റെ പിറകെ കാശെന്നും പറഞ്ഞ് വന്നാലുണ്ടല്ലോ കയ്യും കാലും വെട്ടിയെടുത്ത് ഞാൻ പറ്റി കൊടുക്കും. ഒരു മിനിറ്റ്. ഇതെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്? സാരില്ല മോനെ, എന്റെ മോള് പറഞ്ഞതിനൊക്കെ ഞാൻ മോനോട് മാപ്പി വയ്ക്കുക. അവളുടെ സ്വഭാവം എപ്പോഴും ഇങ്ങനെയാ, ആലോചിക്കില്ല. മോള് പറഞ്ഞത് മോ മനസ്സിൽ വെക്കണ്ട. ഞാൻ പോക്കോട്ടെ. ശരി. അവിടെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. പഠിച്ച കള്ളിയാ. എടി ഉർവശിയേ, നിന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. നീ ഇവിടെ കറങ്ങി നടക്കുക? ആര്? എന്റെ അജിത്തൊന്നും അല്ലല്ലോ കാണാൻ വന്നിരിക്കുന്നത്. വേറെ ഏതൊരു ചെറുക്കനല്ലേ. അവിടെ ഇരിക്കട്ടെ, എനിക്ക് കാണണ്ട. ആ അജിത്തിന്റെ കൂടെ എങ്ങാനും കറങ്ങുന്നുണ്ട് നിന്റെ കുടുംബക്കാരവന്റെ കൈയും കാലും വെട്ടും. പോ പോ, വേഗം വീട്ടിൽ ചെല്ല്. പോയി ചെറുക്കനെ കാണാൻ നോക്ക്. അജിത്തിനെ പോലും അറിയാത്തൊരു കിളവി. അല്ല സാറേ, വണ്ടി ഓടിച്ചിട്ട് പുത്തൻ വണ്ടി പോലെ ഉണ്ടല്ലോ. വാങ്ങിയിട്ട് കുറച്ചു മാസമായിട്ടുള്ളടാ. അപ്പൊ പിന്നെ പുത്തൻ പോലെ ഇരിക്കല്ലേ? പക്ഷെ ഒരു കാര്യത്തിൽ സാറിനെ പൊക്കി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം. ടൂ വീലർ ഓടിക്കാൻ വരെ ഡ്രൈവറിനെ വെച്ചിരിക്കല്ലേ? കോടീശ്വരന്മാർ ഒരുപാട് പുകഴ്ത്തല്ലേ. വണ്ടി ഓടിക്കടാ. അല്ല സാറേ, ഈ വണ്ടി അധികം ഓടിക്കാറില്ലെന്ന് തോന്നുന്നല്ലോ. എടാ അതല്ലേ പറഞ്ഞത്, വാങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. വേലി പോലും കൊള്ളിക്കാറില്ല. എടാ പതുക്കെ കൊണ്ടുപോടാ. ഞാൻ ഭാര്യയെ പോലെ കൊണ്ടു നടക്കുന്ന. സൂക്ഷിച്ച് ഓടിക്കേ. സാർ ഇതൊന്ന് പിടിച്ച്. പിടിച്ചു. എന്താ കാര്യം? ഇത് വണ്ടി. അതെ. ഇത് എങ്ങനെയാണെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞു. ഇതെനിക്ക് എന്റെ ഭാര്യയെ പോലെ അങ്ങനെ പറഞ്ഞില്ലേ സാറ്? പിന്നെ ഞാൻ ഓടിച്ച് എങ്ങനെ ശരിയാവാ? ഒരുപാട് കളിക്കല്ലേ. മര്യാദ കയറി ഓടിച്ചാ. പിടിക്കടാ. കേറാ. ഓടിക്കടാ. ശരി. ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടേ? ഏതടാ പിള്ളേര്? ആര്? നിക്കടാ അവിടെ. വണ്ടി നിർത്തടാ. നിർത്ത. നിങ്ങളൊക്കെ ആരാ? എന്താ? എവിടുന്ന് വരുന്നു? നിങ്ങളുടെ നാട് എവിടാ? ഈ നാട് തന്നെ സാർ. ഈ നാടോ? മുന്നും പിന്നും നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. സാർ മുന്നിൽ നോക്കിയില്ലേ? കണ്ടു. പിന്നിൽ കണ്ടില്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? നിനക്ക് ചിരി വരുന്നുണ്ടോ? ദേ പോലീസുകാരുടെ അടുത്ത് വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. വേറെ എവിടെ പോയി കളിക്കണം സാർ പറഞ്ഞ അവിടെ പോയി കളിച്ചോളാം ഞങ്ങൾ. ഇപ്പൊ നീ എന്തിനാ ഇരിക്കുന്നത്? അല്ല, കാലത്ത് മുതൽ ഇങ്ങനെ ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കല്ലേ, അതാലോചിച്ച് ചിരിച്ചു പോയതാ. എന്ന് കരുതി നീ ഒരുപാട് ചിരിക്കാൻ നിൽക്കണ്ട. ചിരി ഞാൻ നിർത്തിക്കും. നിന്റെ അപ്പന്റെ അമ്മയുടെ പേര് പറയടാ. ചിന്നസ്വാമി. ചിന്നസ്വാമി സാർ. അത് എന്റെ അച്ഛന്റെ പേരടാ. നിത്യ. അവന്റെ അമ്മേനെ പേരല്ലേ? എന്റെ അമ്മയുടെ പേര് രാജലക്ഷ്മി. നിത്യ എന്ന് പറയുന്നത് നിന്റെ പഴയ ലൈനായിരിക്കും. അവളുടെ പേര് മഹാലക്ഷ്മി.
എടാ അവരവിടെ എന്തെങ്കിലും ആലോചിച്ചോണ്ട് നിൽക്കട്ടെ, നീ വന്നേ. അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇന്ന് കാണിച്ചു കൊടുക്കാം. സാറേ ഒരു ഊരും പേരും ഇല്ലാത്ത 4 എണ്ണങ്ങളാ അത്. അവരുടെ അടുത്ത് ചെന്ന് അപ്പനാരാ പെങ്ങളാരാന്നൊക്കെ ചോദിച്ചാൽ വല്ലതും പറയോ? എന്റെ പൊന്ന് സാറേ, കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചാടി ജോലി ചെയ്യുന്നേ. പോലീസുകാരാണെന്നും പറഞ്ഞു നമ്മളോട് ചാടി എന്ന് ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ഈ ചാടി അങ്ങോട്ടാ പോകുന്നത്. അവൻ എന്തോ കഴുകാൻ വേണ്ടിയേ വെള്ളം അന്വേഷിച്ച് പോകുന്നതായിരിക്കും. എന്റെ മുഖത്തേക്ക് നോക്കടാ. വേഗം ഇവിടുന്ന് പോയേക്കാം. അവിടെ നിക്കടാ. അത് എന്റെ വണ്ടിയാണ്. അവിടെ നിക്കാൻ. ഒന്ന് ചോദിച്ച കളവനിട്ട് ഇമാതിരി അടിയാണെങ്കിൽ നാട് മൊത്തം പറഞ്ഞ എന്റെ ഗതി എന്തായിരിക്കും? എന്റെ അനിയത്തിയെ കുറിച്ച് എവനെങ്കിലും വേണ്ടാതിനും പറഞ്ഞ ഒറ്റ ഒരെണ്ണത്തിന് തലയുണ്ടാവില്ല. എന്താടോ കണ്ടുപിടിച്ചോ? താൻ അന്വേഷിച്ചോണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു തരാം. അവരെ ജീവനോട് ശവമായിട്ട് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ട് തന്നാല് എന്റെ അരിമില്ലി ഞാൻ തനിക്ക് എഴുതി തരാം. അയ്യോ സാറിങ്ങനെ വിഷമിക്കണ്ടെന്നേ, ഞാൻ കണ്ടുപിടിച്ചു തരാം അവരെ. ആദ്യം അവരെ കണ്ടുപിടിക്കണോ, എന്നാലേ എന്റെ കലിയടങ്ങും. ഓക്കെ. ഇയാളെന്നൊരു കോപ്പുണ്ടാക്കാൻ പോകുന്നില്ല. അയ്യോ എല്ലാവരും തലേ കയറി നിരങ്ങുവാണല്ലോ. ഈവന്മാരൊക്കെ കാരണം മുട്ടുകൂട്ടിയിടിച്ച് ചിരട്ട പൊട്ടാറായി. എന്നിട്ട് പോലീസാത്രേ. എടോ അതെ സാർ, എന്റെ അടുത്തുനിന്ന് ഒറ്റ ഒരെണ്ണം രക്ഷപ്പെട്ടു പോവില്ല. ഞാനായിട്ട് കണ്ടുപിടിച്ച അവൻ്റെയൊക്കെ പണി തീർന്നതാ. ഈ നാട്ടിലുള്ള ഏതോ ഒരുത്തൻ തന്നെയാ ആ ഓടിപ്പോയ 2 എണ്ണത്തിനെ സഹായിച്ചത്. സാർ എന്താണോ ഈ നാട്ടിൽ എന്തുണ്ടായാലും പറയാനായിട്ട് ഒരുത്തനുണ്ട് സാർ. ആരാവൻ? തവളവായൻ. എന്തുവായ? തവളവായൻ സാർ. എന്നിട്ട് തവള എവിടെയാ? ഈ നിൽക്കുന്നവൻ തന്നെ. വാടാ തവളെ. പറയൂ സാർ. ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് മറുപടി തന്നാ നിനക്കും ഗുണമുണ്ടാവും. ആയിക്കോട്ടെ സാറേ. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞു കൊടുത്താ ഇപ്പൊ അടികൊള്ളും. ഇപ്പൊ എങ്ങനെയാന്ന് പറയാ? താനീ കിടന്ന് പരുങ്ങുന്നതിനാ? പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഇത് അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞാൽ മതി. എന്നാ ഒന്ന് വാ സാറേ. ചായ കുടിക്കാൻ വന്ന മനുഷ്യനെ കാണുന്നില്ലല്ലോ. ചായക്കടക്കാരനോട് ചോദിച്ചപ്പോ തവളവായന്റെ കൂടെ ഈ വഴിക്ക് പോയിന്ന് പറഞ്ഞു. ഇങ്ങനെ അന്വേഷിച്ചെടുക്കാൻ വേണ്ടിയാണ് സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. ഭാര്യയുണ്ടല്ലോ, നാട്ടിലുള്ള ഭാര്യമാരെയൊക്കെ ആരാ വെച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞു കൊടുക്കും. ഈ സാറിന്റെ ഭാര്യ ആരുടെ കൂടെയാണെന്നും പറഞ്ഞു. അതുകൊണ്ടും മതിയാവാത്തതുകൊണ്ട് തന്റെ ഭാര്യയും ഏതവന്റെ കൂടെയാ പോയെന്നൊന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അപ്പ ബോധം പോയി കിടക്കുന്നതാ. എന്നാ ചെല്ലട്ടെ, പുഴയിലെ കുളിസീൻ കാണാൻ പോകാനുള്ളതാ. രാധാമണിയുടെ കാര്യം പോലീസുകാരെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താണ്? മേടിച്ചിട്ട് മനുഷ്യന്റെ മുന്നാലും കൂട്ടിരിക്കുക. ആ തവളവായനെ പോലീസുകാരൻ വിളിച്ചിട്ടോണ്ട സമയത്ത് ആ തവളവായ നമ്മളെ നോക്കിയാൽ നോട്ടം കണ്ടായിരുന്നു നിങ്ങള്. അയാളെങ്ങാനും നമ്മളെ കാണിച്ചു കൊടുക്കൂടാ. എന്ത് കഷ്ടാന്ന്. ആ പോലീസുകാരൻ അതിനെ മറിച്ച് തിരിഞ്ഞു നോക്കിയപ്പോ മറുപടി നിൽക്കണ്ടേ? എന്തൊരു കഷ്ടപ്പാടാ നോക്കണേ. രാധാമണിയെ മറ്റവന്റെ കൂടെ ഇവിടുന്ന് കയറ്റി വിട്ടത് നമ്മളാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാത്തിനും അവന്മാരെ കണ്ണം തുണ്ടായിട്ട് വെട്ടും. നമ്മളിപ്പോ എന്താ ചെയ്യാ? പോലീസുകാരുടെ അടുത്ത് പോയുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞാലോ? സത്യം പറഞ്ഞിട്ട് അവളെ ചേട്ടൻ്റെ അടുത്ത് രക്ഷപ്പെടാലോ. ആ പോലീസുകാരൻ നേതാവിന്റെ ആള് തന്നെ നമ്മുടെ പൈസ വാങ്ങിച്ചിട്ട് അങ്ങേരുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കും. നമുക്കിട്ട് നമ്മൾ തന്നെ പണിഞ്ഞ പോലത്തെ അവസ്ഥയാവും. രാധാമണിയെ ലോറി കയറ്റി വിട്ട കാര്യം നമുക്ക് മാത്രമേ പറയൂ. അതുകൊണ്ട് ആരോടും ഒരു കാരണവശാലും ഇക്കാര്യം പറയാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ശരിടാ. എന്നിട്ട് വാ. ശശി, നമ്മൾ സംസാരിച്ച കാര്യമൊക്കെ പോലീസുകാരൻ കേട്ടോ? നീ ഒന്നും മിണ്ടാതിരിക്കും, നമുക്ക് നോക്കാം. എന്താണ് നിന്നോണ്ട് പെറുപെറുക്കുന്നേ? നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കേട്ടില്ലെന്നാണോ വിചാരിച്ചേ? പറയടാ. മര്യാദക്ക് എന്താന്ന് പറഞ്ഞു? ഞങ്ങളോട് ക്ഷമിക്കണം സർ, ഞങ്ങളെല്ലാം പറയാം. നിങ്ങൾ പറയുന്നത് ഇങ്ങനെ കേൾക്കണ്ടേ? ഒരു മിനിറ്റ് നിൽക്ക്, FM ഒന്ന് ട്യൂൺ ചെയ്യട്ടെ. കുറച്ചു മുമ്പ് തവളവായൻ എന്റെ അടുത്തേക്ക് വന്നില്ലേ? അവൻ പറഞ്ഞത് കേട്ടിട്ട് എന്റെ ചെവിക്കൽ അടിച്ചു പോയി. ഒരു സേഫ്റ്റിക്ക് വേണ്ടി തിരികെ വെച്ചത്. ഞാൻ എന്ത് പറഞ്ഞിട്ട് അവന്മാര് ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അവര് പറഞ്ഞൊന്നും സാർ കേട്ടിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാ. എന്ന് കരുതി ചിരിച്ചാൽ ഞാൻ വെറുതെ വിടുവോ? മര്യാദക്ക് പറ, എന്താ പറഞ്ഞോണ്ടിരുന്നേ? സാറേ ഇങ്ങോട്ടൊന്നും വന്നേ, ഞാൻ പറഞ്ഞുതരാം സാറേ. വന്നോണ്ടിരിക്കാണ് സാറേ. ചെന്നൈയിലെ ഒരു ബിറ്റ് നടിയില്ലേ, സാറിന് അറിയോ? ശരിക്കും ഉണ്ടോ? ആ പിന്നില്ലാതെ. അവളും ഒരു നടനും തമ്മിൽ ഭയങ്കര ലൗല. അവര് പ്രേമിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറയാണ് അവര് പ്രേമിക്കുന്നില്ല. താനെന്തിനാ ഇതൊക്കെ സാറിനോട് പറയുന്നേ? സാർ അവസാനമായിട്ട് പടം കണ്ട സമയത്ത് നീ ഒന്നും ജനിച്ചിട്ട് പോലും ഇല്ല. ആദ്യം ഒരു സിനിമ കണ്ടിട്ട് വാ മോനെ. നീ ഇവന്മാരോട് കൂട്ടുകൂടിയ നിന്റെ ജീവിതം തൊലഞ്ഞു പോകും. നിങ്ങൾ എന്താ സംസാരിച്ചെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. നേതാവിന്റെ ഒളിച്ചോടിപ്പോയ പെങ്ങളെ കണ്ടുപിടിച്ചു കൊടുത്താ അയാളുടെ മില്ലിന്റെ പാതി എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എന്റെ കയ്യിൽ നിസ്കിക്കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പ്ലാൻ. എന്താ ശരിയല്ലേ? നടക്കില്ല മക്കളെ. ഞാൻ തന്നെ കണ്ടുപിടിക്കും. ആ മില്ലും എന്റെ പേരിലാകും. ഒരു സംശയമില്ല. സൂപ്പർ സർ. ആ നോക്കി കണ്ടൊക്കെ നടന്നു. മാറി മാറി ഓടോ. അന്ന് അവളെ കുറിച്ച് എല്ലാരും മോശമായിട്ട് പറഞ്ഞപ്പോ നമ്മളത് വിശ്വസിച്ചില്ല.
ഇന്നാ പറഞ്ഞവന്മാരുടെയൊക്കെ മുഖത്ത് നമ്മളെങ്ങനെ നോക്കും? വിടേട്ടാ, 2 ദിവസം കഴിഞ്ഞോട്ട് അവനെ പൊക്കും ഞാൻ. ചേട്ടനടിക്ക്. സാറേ, ആ ലോറി ഡ്രൈവർക്ക് സാറിനെ ഒന്ന് കാണണമെന്ന്. വരാൻ പറ. ശരി സാറേ. നമസ്കാരം സാറേ. ലോഡൊക്കെ കൃത്യമായിട്ട് ഇറക്കി കൊടുത്തിട്ടാ പോന്നേ. ശരി സാറേ. ഓ, കാര്യം പറഞ്ഞില്ലേ, പോവാൻ നോക്കി. സാറേ, അത് പിന്നെ എന്താടാ? ഞാൻ ഈ നാട് മൊത്തം കറങ്ങി നടക്കുന്നതല്ലേ, എന്നോടൊരു വാക്ക് പറയായിരുന്നല്ലോ. എന്താടാ ഇനി പറയുന്നത്? നിന്ന് പനങ്ങാതെ കാര്യം എന്താ പറ. സാറേ, സാറിന്റെ പെങ്ങളെയും ഭർത്താവിനെ ഞാനാ വണ്ടി കയറ്റി കൊണ്ടുപോയി. പെങ്ങളുടെ ഭർത്താവിനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് 4 പേര് കയറ്റി വിട്ടതാ. നമ്മുടെ നാട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ ഒരു 4 നടക്കുന്നില്ലേ, അവന്മാരെ കയറ്റി വിട്ടു സാറേ. എവിടെയാടാ അവരെ ഇറക്കി വിട്ടത്? രാത്രി ആയതുകൊണ്ട് സ്ഥലം മനസ്സിലായില്ല. ആശുപത്രി എത്തിയെന്ന് പറഞ്ഞപ്പോ എന്നെ ഇറക്കി വിട്ടു. കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ആ ഡീസലും ശശിയൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്താടാ എന്നോട് ഇത്ര നേരമായിട്ടും പറയാഞ്ഞ? ഞാൻ ലോഡ് ഇറക്കിയിട്ട് ഇപ്പഴാ വന്നേ. സാറിനോടൊന്ന് പറഞ്ഞിട്ട് വന്നിരുതി. സത്യമല്ലേ? സത്യം സാറേ. ഞാൻ അറിഞ്ഞാം. ഞാൻ കണ്ടത് സാറേ, ഞാനാ കയറ്റിക്കൊണ്ടുപോയേ. അവര് തന്നെയാണോ? അവര് തന്നെ സാറേ. എടി സിന്ധു, എന്താ ചേച്ചി? നീ ഒരുത്തനെ പ്രേമിച്ച് അവന്റെ കൂടെ നടക്കാറില്ലേ? അവൻ ഇപ്പൊ എന്താ ചെയ്തെന്നറിയോ? ചേച്ചി ആരുടെ കാര്യം പറയുന്നേ? നീ കൊറേ പേരെ പിന്നാലെ പോവാറുണ്ടോ? ചേച്ചി, ആ ശശിയുടെ പിന്നാലല്ലേ നടക്കാറ്? അതെ. അതിപ്പോ എന്താ? അവൻ കള്ളും കുടിച്ച് സകല അവന്മാരുടെയും കൂടെ തല്ലുണ്ടാക്കല്ലേ. നാട്ടിലെ ഏറ്റവും വലിയ റൗഡി ഇപ്പൊ അവനാ. അവനെ കല്യാണം കഴിക്കാനാണ് നിന്റെ തീരുമാനെങ്കിൽ ജീവിതത്തിൽ നിനക്ക് സമാധാനം ഉണ്ടാവില്ല മോളെ. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ആലോചിച്ചും കണ്ടുമൊക്കെ ചെയ്താൽ നിനക്ക് തന്നെ കൊള്ളാം. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ഇവനൊക്കെ അങ്ങോട്ട് പോവാം. ഇവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്. വെറുതെ വിടുതായിരുന്നു, കൊന്നു കളയണോമാരെ. അത് വിട്, നീ നടക്ക്. നിനക്കൊന്ന് 10 പൈസയുടെ ബോധമില്ലേ? അവിടെ എന്ത് കാണിച്ചിട്ട് നിൽക്കുക? അത് പശുവിന് കുടിക്കാൻ വെച്ചേക്കുന്ന കഞ്ഞിവെള്ളോ അതി കൊണ്ട് തലയിടുന്ന മണ്ടന്മാരെ. പോകാനല്ലേ പറഞ്ഞേ? ഇനി അത് പശു പോലും കുടിക്കൂല. അവൻ പശുവിനെക്കാളും വില കുറച്ച് നമ്മൾ കാണുന്നത്. അവനാണ് വെറുതെ വിടാൻ പാടില്ല. നാളെ തല്ലാൻ ആളെ കിട്ടിയില്ലെങ്കിലേ ഇവനെ കൊണ്ടുപോയിട്ട് അടിക്കാം. ഇച്ചിരി ഓവർ ആവൻ. വിട്ട് കളയുടെ പിള്ളേരല്ലേ. ഏയ് സിന്ധു, ഏയ് നിക്ക്. ഏയ് സിന്ധു നിക്ക്. എന്താ കാര്യം? നിനക്ക് എന്താ പറ്റിയേ? ഇങ്ങനെ കാണാത്ത പോലെ പോകുന്നെന്താ? എനിക്ക് നിന്നെ കാണണ്ട. കാണണ്ടേ? അതെന്തോണ്ടാ കാണണ്ടെന്ന് പറഞ്ഞാ കാണണ്ട. ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലോ, ഇപ്പൊ എന്താ പെട്ടെന്നൊരു മാറ്റം? പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ. ഇന്നൊരു സ്വഭാവം കാണിക്കും, നാളെ വേറെ സ്വഭാവം കാണിക്കും. നിന്നെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലോടി. ജോലിയും കൂലിയും ഇല്ലാത്ത നിന്നെ പോലെ ഒരുത്തനെ പ്രേമിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പറയാൻ തന്നെ നാണം തോന്നുന്നു. നാട്ടിലെ റൗഡിയായിട്ട് നടക്കുന്ന നിന്നെയാണല്ലോ എനിക്ക് പ്രേമിക്കാൻ തോന്നിയേ. എന്റെ ഒരു തലയിലെഴുത്ത്. ഇനി എന്റെ മുന്നിൽ വരരുത് നീ. നിക്ക് സാറേ. എന്താ? എന്തോന്ന് സാറേ ഇത്? ഇതുവരെല്ലാത്ത സ്പീഡാണല്ലോ സാറിന് നടത്തത്തിന്. മാത്രമല്ല പോവേണ്ടത് ഇതിലൂടെയാ. സാർ അങ്ങോട്ടൂടെ പോവാ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നേതാവ് ഇപ്പൊ ബാറിലിരിക്കുക. ഇപ്പൊ പോയ ഓസിക്ക് 2 അടിക്കാൻ കിട്ടും. ഓസിന് കിട്ടിയാ പിന്നെ ആസിന് കുടിക്കാൻ മടിയില്ലല്ലോ. അല്ല, നീ എന്റെ പുറകെ വരുന്നത് എന്തിനാ? ഓസി കുടിക്കാൻ വേണ്ടിയല്ലേ വരുന്നേ? പിന്നെ കണകൊണ്ടാന്ന് ഇങ്ങനെ കിടന്ന് പറയുന്നത്? ഞാൻ അതിനു വേണ്ടി വന്നല്ല സാറേ, സാറിനൊരു പ്രൊട്ടക്ഷൻ വേണ്ടി കൂടെ വന്നതാ. അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എപ്പോഴും ഇങ്ങനെ പറയാറ്. പണ്ടൊരു പോലീസുകാരൻ ചത്തുപോയില്ലേ? അയാൾ എങ്ങനെ ചത്തെന്ന് അറിയോ? എങ്ങനെയാ ചത്തേ? കൊറേ കുടിച്ചിട്ട് ഹോട്ടലിലേക്ക് കഴിക്കാൻ വേണ്ടി പോയതാ. അവിടെയാണെങ്കിൽ നിറയെ പഴയ ചിക്കനും. ഓസിന് കിട്ടിയത് കൊണ്ട് വയറ് നിറച്ച് കയറ്റി. വയറിന് പണിയിട്ട് ചത്തതാ. അതുകൊണ്ട് സാറേ, കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത് ഒരു ക്വാർട്ടറും വാങ്ങി മനസമാധാനത്തിൽ കുടിച്ചിട്ട് വീട്ടിൽ പോയാ പോരെ? ഇപ്പൊ കയ്യിലെ കാശെന്ന് പറഞ്ഞ എന്റെ ആണോ അതോ നിന്റെ ആണോ? അത് പിന്നെ പറയേണ്ട കാര്യമുണ്ട് സാറിന്റെ. അപ്പൊ അതങ്ങ് തെളിച്ചു പറഞ്ഞാ പോരെ? അതൊക്കെ പോട്ടെ, വാ പോവാ. അവിടെ നിക്ക്. ഈ കാക്കിയൊക്കെ ഇട്ടിട്ടേ
സ്വന്തം കാശ് കൊണ്ട് കുടിച്ച് ശീലമില്ല. ഓസിക്ക് കുടിക്കാനുള്ള ഒരു തോന്നല. അതുകൊണ്ട് ഓസി കിട്ടുന്ന ഒരാള്. ചേച്ചി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓ, ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ട് എന്റെ തല പൊട്ടിത്തെറിച്ചു. എന്റെ പൊന്നെ ഓടിക്കോളാ സാറേ. സിന്ധു, നീ ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കുന്നേ. എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, പറയും വേണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് പോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അതേടി, നോട്ടിന്റെ പുറത്ത് എന്റെ പേര് എഴുതി വെക്കുന്നത് നാട്ടിലെ മൊത്തം എന്നെ പ്രേമിച്ച് നടക്കാണെന്ന് പറയുന്നത്. ഇഷ്ടമാണെന്ന് ആരടാ ആദ്യം പറഞ്ഞത്? നീയല്ലേ 100 രൂപ നോട്ടിൽ ഐ ലവ് യു എനിക്ക് എഴുതി തന്നെ. അതുകൊണ്ടല്ലേ ഞാൻ തനിച്ചുള്ളപ്പോഴേ അത് തരൂന്ന് നീ പറഞ്ഞത്. എടി, അത് ഏതവൾക്ക് കൊടുത്ത 100 രൂപ നോട്ടാ. ഓ, അപ്പൊ അതാണ് നീ എനിക്ക് തന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയതല്ലേ? ഒന്ന് നിർത്തിയടി. നിന്റെ കടമായിട്ട് വാങ്ങി തിരിച്ചു തന്നു ഞാൻ. അതിനകത്ത് ആ നോട്ടും വിട്ടുപോയി. നീ തെറ്റിദ്ധരിച്ച് തന്നെ എന്നെ കുറ്റം പറയുന്നതിന്. നീ പിന്നെ എല്ലാം തികഞ്ഞവളാണല്ലോ. അതേ നോട്ടിൽ ശശി സിന്ധു എന്ന് എഴുതി എന്റെ പേഴ്സിൽ വെച്ചവളല്ലേടി നീ. അതിനിപ്പോ എന്താ? അതും ഇതും കൂടെ കറക്റ്റ് ആയില്ലേ? ഇനി ഞാൻ പോയിക്കോട്ടെ? ഹേയ്, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഇന്ന് വൈകിട്ട് നീ ക്ഷേത്രത്തിലേക്ക് വരണം. അവിടെ വന്നിട്ട് നമുക്ക് എന്താ വേണ്ടെന്ന് ആലോചിക്കാം. പോടാ. ഇവിടെ എല്ലാവർക്കും നല്ല കാലാണെന്ന് തോന്നുന്നു. ജോത്സ്യം നോക്കാനായിട്ട് ഒരുത്തനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. വരുന്നുണ്ടല്ലോ 3-4 പിള്ളേരെ. വന്നാട്ടെ. ദേവാദിദേവന്മാരെ, നമസ്കാരം. ഇരിക്കൂ. ആരുടെയാ നോക്കണ്ടേ? ഞങ്ങളുടെ കാര്യം പറ. അതായത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണം. അതിനുള്ള വഴിയോ നോക്കിയിട്ട് പറ. അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം അല്ലേ? ചിങ്ങം 1 കന്നി 2 തുലാം 3 വൃശ്ചികം 4 മകരം 5 കുംഭം 6 മീനം 7. അനിയ ഒരു കുറവുണ്ടനിയ. അതെന്താന്ന് തെളിച്ച് പറയണ്ട. അമ്മേ ഭഗവതി, ഒരു നല്ല കുറി എടുത്തോളൂ. അനിയ, നിങ്ങൾക്ക് 4 പേർക്കും കൂടി ഒരു വലിയ കഷ്ടകാലം വരാൻ പോകുന്നുണ്ട് അനിയ. ഈ കാളിയമ്മൻ സാക്ഷിയായി നിങ്ങൾ 4 പേർക്കുള്ളിൽ ഒരു വലിയ വിള്ളലുണ്ടാവാൻ പോകുന്നു മോനെ. അതാണ് കണക്കുകൾ പറയുന്നത്. ഭഗവതി സാക്ഷിയായിട്ട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ നടേശൻ ജോത്സ്യന്റെ കണക്ക് ഒരിക്കലും തെറ്റില്ല മക്കളെ, ഒരിക്കലും തെറ്റില്ല. ഇത് ഭഗവതിയാണ് സത്യം, സത്യം, സത്യം. നേതാവ് പെങ്ങൾ ഒളിച്ചോടിപ്പോയ വിഷമത്തിലിരിക്കുമല്ലേ, പിന്നെ എങ്ങനെയാ ചോദിക്കുന്നേ? എന്റെ പൊന്നു മാഷേ, നേതാവ് ശാന്തനാണോ ദേഷ്യത്തിലാണോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഉത്സവത്തിന്റെ കാര്യം എന്തായാലും നടക്കണ്ടേ? സംസാരിക്കാൻ നിൽക്കണ്ട, ഒന്നിങ്ങോട്ട് വന്നേ. സാറേ, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുതേ. രാധാമണി ഒളിച്ചോടിയ കാര്യം മനസ്സിൽ വെച്ചോണ്ട് നമ്മുടെ ഉത്സവം വേണ്ടാന്ന് വെക്കരുത്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഉത്സവം മുന്നിൽ നിന്ന് സാറ് തന്നെ നടത്തണം. സാറേ, ഈ നാട്ടിൽ എന്ത് നടന്നാലും സാറിനോട് ചോദിക്കാതെ തീരുമാനം എടുക്കില്ല. ഇത്തവണത്തെ ഉത്സവം എങ്ങനെ നടത്താമെന്ന് ആലോചിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്റെ കുടുംബത്തില് ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് ഉത്സവം വേണ്ടാന്ന് വെക്കണമെന്ന് ഞാൻ പറഞ്ഞാല് അതൊരു നല്ല തീരുമാനമായിരിക്കില്ല. എന്റെ കുടുംബത്തിനും നല്ലതല്ല. ഞാൻ അത്രയ്ക്ക് ദുഷ്ടനുമല്ല. അതുകൊണ്ട് നാട്ടുകാരായ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്ത് തീരുമാനം എടുക്കുന്നോ അതിന് ഞാനും കൂടെ ഉണ്ടാവും. അപ്പൊ ഒന്നും ആലോചിക്കാനില്ല. സാറ് പറഞ്ഞു കേട്ടില്ലേ? ഇനി നേരെ തീയതി കുറിക്കാം നമുക്ക്. ഇപ്പഴാ മനസ്സിനൊരു സമാധാനമൊക്കെ ഉണ്ടേ. നമ്മുടെ സാറ് പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹം എന്താണോ പറയുന്നത് അതനുസരിച്ച് ഇത്തവണത്തെ ഉത്സവം നമ്മൾ എല്ലാവരും ചേർന്ന് ആഘോഷമാക്കുന്നു. അപ്പൊ പിന്നെ ഒന്നും ആലോചിക്കണ്ട. വരുന്ന 18-ാം തീയതി ഉത്സവം ഗംഭീരമാക്കുന്നു. എല്ലാവരും കൂടെ ഉണ്ടായാൽ മതി. ഇന്ന് മുതൽ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും ഇവിടെ ഉണ്ടാവണം. അതുപോലെ ഇവിടുത്തെ ചെറുപ്പക്കാർ ചേർന്ന് പൈസ പിരിക്കാൻ ഇറങ്ങണം. ഈ തോരണം കെട്ടലും അലങ്കാരപ്പണിയൊക്കെ അവർ നോക്കട്ടെ. നോക്കിയും കണ്ടും ചെയ്താൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഉത്സവം തീരുന്ന സമയം വരെ ഒരാളും മദ്യപിക്കാൻ നിൽക്കരുത്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്താ കർശനമായിട്ടുള്ള നടപടിയെടുക്കും. ഉത്സവം തീരുന്നവരെ മദ്യപിക്കുന്നവരെ കുടുംബത്തിൽ പോലും കയറേണ്ട. കാര്യം തീർന്നില്ലേ? ഇതാണ് തീരുമാനം. സമ്മതമാണല്ലോ? ഇപ്പൊ എന്തായാലും ഒരു തീരുമാനമായല്ലോ. ഇനി ഉത്സവത്തിനുള്ള ഏർപ്പാടുകൾ നടക്കട്ടെ. ഇങ്ങനെ ഇരുന്നാ പറ്റത്തില്ല. ഇന്ന് തന്നെ തുടങ്ങാം. എല്ലാം കൂടി കെട്ടിയെടുത്ത് എന്തിനാ? അതുകൊണ്ട് നമ്മുടെ ഉത്സവക്കല്ലേ വരുന്നേ. അപ്പൊ അതിന്റെ പിരിവിന് വേണ്ടി ഇറങ്ങിയതാ. ചെറിയതിന് പറ്റുന്നൊരു എമൗണ്ട്. അല്ല, ഈ നാട്ടുകാർക്ക് ഭ്രാന്ത് പിടിച്ചാ പെരുങ്കള്ളന്മാരാണ് പിരിവിന് അയച്ചിരിക്കുന്നത്. ഇങ്ങ എടുക്ക് ചെറിയ, ഞങ്ങൾ വിശ്വാസമില്ലേ? ശരി ശരി, അമ്പലത്തിന്റെ കാര്യ ഇതിൽ ഉടായ്പ കാണിക്കല്ലേ. ഞങ്ങൾ അങ്ങനെ വല്ലതും കാണിക്കോ ചേട്ടാ? വല്ലതും കിട്ടിയാ മതി. സന്തോഷം. എന്തായാലും പൈസ വാങ്ങിച്ചല്ലേ. എന്റെ ഫോട്ടോ വെച്ച് വലിയൊരു ഫ്ലെക്സ് അടിച്ച് വെച്ചോ. കേട്ടുന്നേ. കണ്ടിട്ട് പിരിവ് തന്നെയാണോ എന്തോ.
എന്തെങ്കിലും വേണോ? ഓ, ഭാഗ്യം. വയറ് നിറഞ്ഞു. 4 പേര് കഴിച്ചതിന്റെ ബില്ല. ഈ 4 പേരാണോ? ആ. മോനെ എന്തേട്ടാ നിങ്ങൾ 4 പേര് കഴിച്ചതിന്റെ ബില്ല ഇത്. അതിനു മുൻപേ ഇതൊന്നും നോക്ക്. എന്തേത്? ഓ, വീണ്ടും ഉത്സവമായില്ലേ? ഒരുപാട് സന്തോഷമുള്ള കാര്യ. നന്നായി. ഇതെന്റെ പങ്ക 300 രൂപ. ഇത് നിങ്ങളുടെ കണക്കിൽ എഴുതി. താങ്ക്സ് ചേട്ടാ. ഏയ് ഒന്ന് നിന്നേ. നിങ്ങൾ കഴിച്ചതിന്റെ ബില്ല് അടച്ചിട്ട് പോ. അതാരും കൊടുക്കും? ഇങ്ങനൊന്നും പറയില്ല ചേട്ടാ. ഞങ്ങൾ ഈ ഉത്സവത്തിന്റെ പിരിവിന് വേണ്ടി ഇറങ്ങിയവരല്ലേ. എന്ന് കരുതി ഞങ്ങൾ കഴിച്ചതിന്റെ പൈസ ചോദിച്ചാൽ എങ്ങനെ? അത് കൊള്ളല്ലോ. നാട്ടുകാർക്കൊക്കെ ഓസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട വെച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് കഴിച്ചതിന്റെ പൈസ കൊടുത്തിട്ട് നോക്കോ, അല്ലെങ്കിൽ ഒറ്റടത്തിനും പോകില്ല ഇവിടുന്ന്. എന്താ കേട്ടത്? ഈ ഹോട്ടൽ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ടെങ്കിലേ എല്ലാം സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാ. സ്വാമിയുടെ കാര്യമായിട്ട് ഞങ്ങളോട് ഇങ്ങനെ പൈസ ചോദിക്കരുത് ചേട്ടാ. ഭഗവാൻ പൊറുക്കില്ലത്. പേടിപ്പിക്കല്ലേ മോനെ. ഭഗവാൻ പുറത്താലും നിങ്ങൾ ശപിച്ച് ഈ കട പൂട്ടിക്കുന്നു തോന്നുന്നു. അതറിയാവുന്നല്ലേട്ടാ, പിന്നെ എന്തിനു ചോദിക്കുന്നത്? നിങ്ങൾ കഴിച്ചതിന് പൈസ വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്കി തന്ന വലിയ ഉപകാരമുണ്ട്. വേഗം പോയി. ഈശ്വര, ക്ഷേത്രപ്പിരിവാന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് നിന്നുന്ന കണ്ടില്ലേ? ഇതൊന്നും ആരും അറിയുന്നില്ലേ? ദേവി ഇതൊന്നും കാണുന്നില്ലേ? അയ്യോ ചേട്ടാ, എന്റെ സ്വന്തം കാശിനൊരു ബിരിയാണി. അഞ്ഞാനെ നാട് മൊത്തം ഉത്സവത്തിന്റെ പരിപാടി തുടങ്ങിയില്ലേ? നമ്മളും ഇതിന്റെ പണിക്ക് എടുക്കേണ്ടി വരുന്നു ആലോചിക്കപ്പെടാ. പറ്റി ജീവിക്കാൻ വേറെ വഴി നോക്കണല്ലോ ദൈവം. ഈ കിളവന്മാരൊക്കെ മേൽപോട്ട് പോയ പിന്നെ ഉത്സവത്തിന്റെ കാര്യമൊക്കെ കണക്കാ. വളവളാന്നിങ്ങനെ സംസാരിച്ചോണ്ട് കണ്ട എവിടെങ്കിലും പോയി എണി വാങ്ങിച്ചോണ്ട് വാ. ഇതുകൊണ്ടേ കേട്ടാ. എവിടെ പോയോ അങ്ങനെ? ഈ പോസ്റ്റ് കെട്ടിക്കൂടെ നമുക്ക്? വാ, ഇവിടെ തന്നെ കേട്ടാലേ. അതല്ലേ ഞാൻ പറഞ്ഞേ. അതെ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാ വരുന്നേ? നീയായിരുന്നോ? ഇതെന്താ ഇവിടെ നിക്കുന്നേ? വാ, അകത്തേക്ക് വാ. അയ്യോ ഇല്ല, ഉത്സവത്തിന് വേണ്ട തോരണം കാര്യങ്ങളൊക്കെ കിട്ടാ ഞങ്ങള്. ഇവിടെ ഏണി ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് തരുമോ? ഏണിയോ? ഒരു മിനിറ്റ്, ഞാൻ എടുത്തിട്ട് വരാം. ഇത് ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായി. കേറുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ. കുഴപ്പമില്ല, ഞാൻ സൂക്ഷിച്ചോളാം. കേറുമ്പോ 2 ഭാഗവും ശരിക്ക് പിടിച്ചിട്ട് കേറണേ. ആയിക്കോട്ടെ. വയറെടുത്തേ. അതെ എളിയാ, ദാഹിച്ചിട്ട് പോയി. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എടാ, ഇവരിത് എങ്ങോട്ടേ ഓടണേ? കാലിൽ ചക്രം കെട്ടിയ പോലെ. സിന്ധു, എന്താ പറ? വെള്ളം വന്നോ? ഇപ്പൊ വരാറില്ലല്ലോ. 12 മണിയല്ലേ ആയുള്ളൂ. വെള്ളം വരാൻ 1 മണിയാവില്ലേ? അല്ല, അതല്ല ഉദ്ദേശിച്ചേ. വല്ലത് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം. ഓ, വെള്ളം ദാഹിക്കുന്നോ? ഞാൻ പോയി എടുത്തിട്ട് വരാം. അല്ല, നിങ്ങക്ക് വേറെന്തെങ്കിലും വേണോ? വേറൊന്നും വേണ്ട. ശരി. പതുക്കെ. എന്തിനാ ഇങ്ങനെ ധൃതി കാണിക്കുന്നേ? പതുക്കെ കുടിക്ക്. താങ്ക്സ്. എന്നാ പോട്ടെ. പിന്നെ ഞാൻ ആ ഏണിയെ കൊണ്ട് കൊടുത്തിട്ട് വരാം. കൊടുക്കാൻ ഞങ്ങൾ നീ ഇവിടെ നിൽക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അല്ല, നേരായി. അവനെ ഇങ്ങനെ വിട്ടാലേ ഓരോ ദിവസം വളർന്നങ്ങനെ പോവും. അവനങ്ങനെ വളർന്നാലോ? പിന്നെ നമ്മളൊക്കെ ജീവിച്ചിട്ടെന്തിനാ? ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ നിന്നതിനെ ഒരു അർത്ഥവും ഇല്ലാണ്ടായി പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുക. വരാൻ പോകുന്ന നമ്മുടെ ഉത്സവത്തിൻ്റെ അന്ന് അവൻ ഞങ്ങൾ തീർക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ നാട്ടിലുള്ള നിങ്ങൾ തന്നെ ചെയ്താ അത് പ്രശ്നമാവും, അവരറിയുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ അളിയനോടും ആൾക്കാരോടും വരാൻ പറഞ്ഞിരിക്കുക. ആദ്യം വന്നല്ലോ.
ഇങ്ങോട്ട് മാറിക്കേ. ആ ദേ മാറ്. എത്ര നാളായി കണ്ടിട്ട്. സുഖല്ലേ? വാ, വാ. സുഖായിരിക്കുന്നോ? ഓ സുഖമായിരിക്കും. ഇരിക്ക്. ഞാനേ നിങ്ങൾ വരുമില്ലെന്നോർത്ത് ആദ്യം പിടിച്ചിരിക്കുകയായിരുന്നു. അളിയൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അളിയൻ ആവശ്യം വന്നാൽ ഞാൻ വരാതിരിക്കുവോ? ഉത്സവം നടന്നാലും ഇല്ലെങ്കിലും അളിയന്റെ ഈ പ്രശ്നം തീർക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല. എന്തൊക്കെയായാലും എനിക്ക് ആ പദവി കിട്ടിയിരിക്കണം. നിങ്ങൾ എന്ത് ചോദിച്ചാലും അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്നാ പിന്നെ ഒന്നും നോക്കാതെ പരിപാടി അങ്ങ് തുടങ്ങി. എന്താടാ ഇത്രയും നേരമായിട്ട് കാര്യങ്ങൾക്കൊന്നും തീരുമാനമായില്ലേ? നമ്മുടെ പിള്ളേരെ ഷാർപ്പായിട്ടാ പറഞ്ഞ പോലെ ചെയ്യും. എന്താടി പെട്ടെന്ന് കരണ്ട് പോക്ക്? ഏത് നമ്പറാണ് ദേഹത്ത് കയറി പിടിക്കുന്നത്? ഒന്ന് ഏതവനാടാ നാട്ടം പിടിച്ച വായം കൊണ്ട് ഉമ്മ കിട്ടിയ കൊല്ലുഞ്ഞ. ഈശ്വരാ, ഭഗവാൻ വെച്ച നിവേദ്യം ആരോ കട്ടോണ്ട് പോയേ. ഈ ദൈവകോപമായല്ലോ. 25 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്ന ഒരാളുടെ ജീവൻ വരെ പോയിട്ടുള്ളതാ. ഇനി ഇത്തവണ എത്ര പേരുടെ ജീവൻ പോകുന്നു ഒരു പിടിയുമില്ല. ഏതോ ഒരു മഹാഭാവി ചെയ്ത തെറ്റിന് എത്ര പേര് അനുഭവിക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം. നമ്മൾ അടിപൊളിയാണ്. ഇതെല്ലാം കൂടെ ഇന്ന് കാര്യമായിട്ട് കഴിക്കണം. ആപ്പിൾ വേണ്ട, ആപ്പിൾ തന്നെ എടുക്കാം. ഉള്ളല്ലേ എടുത്ത് കഴി. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത ഒട്ടും ശരിയായില്ല. കക്കാൻ പോയ കക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കണം. അവിടെ ചെന്നിട്ട് എന്തൊക്കെ നീ കാട്ടിക്കൂട്ടിയെ? ഞാൻ ചെയ്തത് പിന്നെ പോട്ടേന്ന് വെക്കാം. ഈ നായ എന്താ ചെയ്തെന്ന് അറിയോ? അവനെന്താടാ ഇത്? ഞാനാരും കൊന്നൊന്നുമില്ല, ഒരു ഉമ്മ കൊടുത്തല്ലേ ഉള്ളൂ. അല്ല, പെമ്പിള്ളാർക്ക് ഉമ്മ കൊടുക്കുന്നതിന് വരെ കണ്ട കളവന്മാർക്ക് മുഴുവൻ ഉമ്മ കൊടുത്തിട്ട് വന്നേക്കേ നാറി ഇരിക്കുന്നുണ്ടില്ലേ? അയ്യോ അത് കാണാൻ പറ്റില്ല. ചുണ്ടൊക്കെ പോയി. ആ ഇരിക്കി പിടിക്ക്. ആ ഇതിന് അടി ഓടിക്ക്. വേഗം നിന്ന് തീർക്കാൻ നോക്കടാ. ഈശ്വരന്റെ നിവേദ്യം അടിപൊളി. ഏയ് ഭഗവാൻ പകരം ചോദിച്ചു. രാത്രി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. 2 പേര് ചത്തു കിടക്കുന്നു. പോയി നോക്ക്. ആ കാടിന്റെ അടുത്ത് 2 പേര് ചത്തു കിടക്കുക. വേഗം ചെല്ലേ. സത്യ പറഞ്ഞത്, പോയി നോക്ക്. ഞാൻ എന്തായുധോ എടുക്കുന്നെന്ന് എന്റെ ശത്രു മനസ്സിലാക്കുമ്പോ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? എല്ലാം ഞാൻ മുൻകൂട്ടി കാണണ്ടേ? എടാ കോപ്പേ, ഇതോടെ വിട്ടാ നീ ജീവിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നീ തീർന്നടാ. ഇത്രയും കാലം സന്തോഷമായിട്ട് ജീവിക്കായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ. നിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ഇപ്പൊ ജീവനോടെ ഇല്ല. ഭഗവാന്റെ നിവേദ്യം കട്ട് കഴിക്കാന്ന് പറഞ്ഞാ
ഭഗവാൻ നിങ്ങൾ വെറുതെ വിടുവോ? അതിനൊക്കെ ഇപ്പൊ കിട്ടിയില്ലേ? ഒന്ന് മതിയാക്ക്. ഇപ്പൊ എന്തായാലും ഒരു അനുഭവം കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഒരു പേടി ഉണ്ടായാൽ മതി. അങ്ങനെയെങ്കിലും നന്നാവട്ടെ. ഉവ്വ, ഇനി പറഞ്ഞാ മതി. ഇവൻ കാരണം നാട്ടുകാർ മുഴുവൻ നമ്മളെ നോക്കി കാറി തുപ്പുക. ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന് വിളമ്പി കൊടുക്കുന്നതിനൊക്കെ ഭേദം ഒരു പട്ടിക്ക് തീറ്റ കൊടുത്താൽ അത് വാലാട്ടെങ്കിലും ചെയ്യും. ഇവന് നമ്മളെ ഒന്നും വില പോലുമില്ല. വല്ല ജോലിക്കും പോകുന്നുണ്ടോ? എന്നും ഓരോ പ്രശ്നം ഉണ്ടാക്കി കുടുംബത്ത് വരും. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, കുറച്ചു നാള് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടു നിർത്ത്. എന്തിന്? അവരുടെ സമാധാനം കൂടെ കളഞ്ഞു വിളിക്കാനോ? നിനക്ക് അവരോട് വല്ല വിരോധമുണ്ടോ? അപ്പോ ഞാനിവിടെ ടെൻഷൻ അടിച്ച് ചത്തോട്ടേന്ന്. നിന്നോട് ടെൻഷൻ അടിച്ച് അവൻ ആരാ പറഞ്ഞേ? എന്തേലും കാണിക്ക്, പറഞ്ഞാലും മനസ്സിലാവില്ല. എന്തെങ്കിലും ഒരു ജോലി വേണ്ടെന്ന് വെച്ചിട്ടാ പോലീസ് ആകാൻ തീരുമാനിച്ചേ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ നേതാക്കന്മാരൊക്കെ നമ്മുടെ തലയിൽ കയറിന്ന് നിരകാൻ തുടങ്ങും. ഒരു ഇൻസ്പെക്ടറെങ്കിലും ആകാതെ രക്ഷയില്ല. സാർ എന്തിനാ ആലോചിച്ച് വിഷമിക്കുന്നേ? നാളെ തന്നെ ഞാൻ ഇൻസ്പെക്ടർ ആയാലോ? ആര്? നീയോ? അതെ, ഇപ്പൊ ഉള്ള ജോലിയെങ്കിലും പോകാതെ നോക്ക്. വാ. സംഭവിച്ചത് ഇതാ. ശരി ശരി, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പോയിക്കോ. അല്ല, എനിക്ക് ഈ കൈ ചൊറിഞ്ഞിട്ട്. അയ്യോ വേണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഏയ് ഡീസൽ, ഡീസൽ നിക്കവിടെ. ശശി എവിടെ? എനിക്കറിയില്ല. എല്ലാരും ഒരുമിച്ചല്ലേ ഉണ്ടാവാറ്? ഇനി മുന്നേ ഒരുമിച്ചുണ്ടാവില്ല. അവൻ വേറെ, ഞാൻ വേറെ. നീ എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്ക് എന്റെ അച്ഛനും അമ്മയും വലുത്. അവന്റെ വയസ്സാകാലത്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണില്ലെങ്കിൽ ഞാൻ ഒരു മനുഷ്യനല്ല. ഞാൻ പോവാ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നേ? എനിക്ക് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാനേ പറ്റത്തുള്ളൂ. എന്റെ കൂട്ടുകാരന്മാരും മരിച്ചതിന്റെ വിഷമം എനിക്ക് മാറിയിട്ടില്ല. ദയവ് ചെയ്ത് എന്നെ കൂടെ കൊല്ലാൻ നിൽക്കരുത്. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. പോയി. എന്നെ നാളെ പെണ്ണാണാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കേട്ടോ നീ? ഇപ്പൊ അതിനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയേണ്ടത്? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. ഇനി ഇതെങ്ങാ നടന്നാ നീ എന്റെ ശവമായിരിക്കും കാണുന്നത്. ഏയ് ഒന്ന് പോയേ. നിനക്ക് എന്താ വേണമെന്ന് വെച്ചാൽ പോയി ചെയ്യ്. അയ്യോ, ഏതോ ഒരു പെൺകുട്ടി കുളത്തിൽ ചാടി. ആരെങ്കിലും ഒന്ന് ഓടി വന്ന് രക്ഷിക്കണേ. ഏയ് സിന്ധു, ഈ കൊച്ചിന് എന്തൊരു ബുദ്ധിമോശ കാണിച്ചല്ലേ. എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിട്ട് എന്തിനാ അങ്ങനെ സംസാരിച്ചേ? നീ എന്നോട് ക്ഷമിക്കേ. അച്ഛാ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നിനക്കിതെന്ത് പറ്റി? അതെ അച്ഛാ, ഞാൻ സത്യം പറഞ്ഞു. എടീ, നിന്റെ മോൻ പറഞ്ഞത് കേട്ടോ? ഞാൻ കേട്ടു. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. എന്റെ പൊന്നു മോനെ എത്രയും പെട്ടെന്ന് നല്ലൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്താം. പെങ്ങളെ, നിന്റെ ആഗ്രഹം പോലെ എന്റെ മോൻ നിന്റെ മോളെ കെട്ടാൻ പോവാ. അവൻ കല്യാണത്തിന് സമ്മതിച്ചോന്നേ. ഒരു കാര്യം ചെയ്, നാളെ തന്നെ എന്റെ മരുമോളെ കൂട്ടി ഇങ്ങോട്ട് പോരെ. വരില്ലേ? ആ. ഫോൺ എടുത്തോണ്ട് എങ്ങോട്ട് പോയതാ? ഇങ്ങോട്ട് തന്നെ. ചേട്ടാ, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചേട്ടൻ എന്താ പറയാൻ വന്നേ? ആദ്യം നീ പറയാൻ വന്ന പറ. ചേട്ടൻ പറയാൻ വന്നത് ആദ്യം പറ. സാരമില്ല, നീ പറഞ്ഞോ. അല്ല,
എന്റെ ആങ്ങളുടെ മോളില്ലേ, ഉവ്വ. നമ്മുടെ ശശിക്ക് നല്ല ചേർച്ച ഉണ്ടാവില്ലേ? എന്നെ കൊന്നിട്ട് വേണമെങ്കിൽ നീ അത് നടത്തിക്കോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്റെ പെങ്ങളുടെ മോളെ 7 അയലൊക്കെ ഉരുടിയവള് നമ്മുടെ ശശിക്ക് ചേരുന്നത് എന്റെ പെങ്ങളുടെ മോള. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോനെ. എന്റെ ആങ്ങളുടെ മോള് തന്നെ നിനക്ക് ചേർച്ച. ഓ, അതും നടക്കത്തില്ല. പിന്നെന്താ നടക്കുക? നോക്കച്ചാ, ഞാനും ഒരു പെങ്കുച്ചായിട്ട് ഇഷ്ടത്തില്ല. ഞാൻ അവളെ മാത്രമേ കല്യാണം കഴിക്കൂ. അതല്ലാതെ വേറെ പെണ്ണിനെ നോക്കാനാണെങ്കിൽ അത് ഈ ജന്മത്ത് നടക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ബൈ. എടി പെണ്ണെ, നീ ഇതുവരെ റെഡി ആയില്ലേ? ചെറുക്കന്റെ വീട്ടിൽ നിന്ന് പോരും, നീ ചെല്ലേ, വേഗം പോയി റെഡിയാവ്. എനിക്ക് കല്യാണത്തിൽ ഇഷ്ടമില്ല. എന്താ ഇഷ്ടമല്ലാത്ത? ഇഷ്ടമില്ല, അത്ര നീ അത് ചെന്ന് നിന്റെ അച്ഛനോട് പോയി പറ. എനിക്ക് അങ്ങനോട് വേറെ തല്ലു പിടിക്കാൻ വയ്യ. നീ ഇങ്ങോട്ട് വെക്കേ. നമസ്കാരം. നമസ്കാരം. നോക്കിക്കാതെ അങ്ങോട്ട് ഇരിക്കേ. വന്നിരിക്കുന്നേ. അല്ല, എല്ലാരും കൂടി കണ്ടപ്പോ അന്തം വിട്ടുപോയോ? ഞാൻ എന്തുമാത്രം കെഞ്ചിന്നറിയാം മോളെ. അവർക്ക് എന്റെ മോളെക്കാളും ഞാൻ കൊടുക്കുന്ന സ്ത്രീധനാ വലുത്. വേണ്ട മോളെ, ആ ബന്ധം നമുക്ക് പറ്റുന്നതല്ല. എന്റെ മോൾ അവിടെ പോയി കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ എനിക്ക്. നിങ്ങൾ എന്തിനാ കയറി വന്നതെന്ന് പറയാൻ പറ്റുമോ? എന്താ അങ്ങനെ പറഞ്ഞേ? ഒന്നും അറിയാത്ത പോലെയാണല്ലോ. എന്റെ മോനെ നിങ്ങളുടെ മോളെ ചോദിക്കാൻ വേണ്ടി വന്നാ. എഴുന്നേക്കടോ. കണ്ണിക്കണ്ടവന്മാരുടെ കുടുംബത്തേക്ക് അയക്കാനല്ല എന്റെ മോളെ വളർത്തിയേക്കണേ. ഒന്ന് ഇറങ്ങി പോയല്ല അവിടുന്ന്, അല്ലെ കഴുത്തി പിടിച്ച് പുറത്തുള്ള ഞാൻ. സൂക്ഷിച്ച് സംസാരിക്കണം, ഇല്ല എന്റെ സ്വഭാവം മാറും. താൻ എന്ത് ചെയ്യടോ? താനിക്ക് കയറി ഇറങ്ങി ഇറങ്ങാനാല്ല എന്റെ വീട്. മര്യാദയ്ക്ക് സംസാരിച്ചാൽ മതി, ഒരുപാട് ബഹളമൊന്നും വേണ്ട. നാട്ടുകാരെ പരിച്ചടക്കുന്ന എന്റെ മോളെ കൊടുക്കണം. നാണമില്ലാതെ പെണ്ണി ഒതുക്കാൻ കയറി വന്നേക്കണു. എടീ, ഈ കണ്ണി കണ്ടവനൊക്കെ വീട്ടിൽ കയറി വരുമ്പോഴേ മേലെ സൽക്കരിച്ചിരുത്തേക്കരുത്. ഇതും കൂടി എടുത്തിട്ട് പോടോ. നിന്റെ അച്ഛൻ ചെയ്ത് കണ്ടോ നീ? അയാൾ ചെയ്ത് മറച്ചു വെച്ചിട്ട് കുറ്റം മുഴുവൻ എന്റെ തലയിൽ കൊണ്ടിട്ടു. ഇപ്പം മനസ്സിലായില്ല നിന്റെ അച്ഛൻ അത്രയും വലിയ ഫ്രോഡാണെന്ന്. വെറുതെ എന്റെ അച്ഛനെ കുറ്റം പറയണ്ട. എന്നോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. അതിന് ക്ഷമ ചോദിക്കാനാ ഞാൻ വന്നത്. നീ ഇപ്പൊ ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം? നിന്റെ അച്ഛൻ എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിരിക്കാൻ നോക്കുന്നത്. എന്നോട് ഇത്ര ദേഷ്യം വരാനുള്ള കാരണം എനിക്കറിയില്ല. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടത്? നിന്റെ അച്ഛൻ കണ്ടുപിടിച്ച് ചെറുക്കനെ കെട്ടിട്ട് സന്തോഷമായിട്ട് ജീവിക്കും. അതാണോ വേണ്ടത്? അതേ പറ്റത്തുള്ളൂ. നിന്നെ പോലെ ജോലിയും കൂലിയും ഇല്ലാത്തവരെ പ്രേമിച്ച് നടന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം.
നീ എന്തിനാ അവന്റെ പുറകെ നടക്കുന്നേ? അപ്പൊ അവർ രണ്ടുപേരെയും കൊന്നത് നീയാണോ? പറ, എന്നോട് സത്യം പറ. എന്താ നീ കത്തിയും കൊണ്ട് നടക്കുന്നെന്ന് പറ. എന്താ നിനക്ക് ഇവനോട് ഇത്ര ദേഷ്യം? നോക്ക്, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? എന്തോ നീ എന്നിൽ നിന്ന് മറക്കുന്നുണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാലേ ഞാൻ മനസ്സിലാവില്ല. എന്തിനാ വന്നത്? അവനെ വിട്ട് എന്തിനാണ്? ഞങ്ങളെല്ലാരും സേലത്ത് നിന്ന് വന്നതാ. ഞങ്ങൾ ഇങ്ങോട്ട് വിട്ട് നിങ്ങളുടെയൊക്കെ നേതാവ് തന്നെ, ഞങ്ങളുടെ ആൾക്കാർ തന്നെ നിങ്ങളുടെ 2 കൂട്ടുകാരെയും കൊന്നു കളഞ്ഞത്. കുടുംബത്തെ കയറാൻ നോക്ക്. അപ്പൊ നാളെ കാണാം. സൂക്ഷിച്ചു പോണടാ. അതെ, നോക്കിക്കൊണ്ട് സൂക്ഷിച്ചങ്ങ് പോടാ. രാവിലെ കാണടാ. കണ്ണൂർക്കടാ, എടാ എടാ കണ്ണൂർക്കടാ, കണ്ണൂർ തന്നെ ഒന്ന് നോക്കടാ. എടാ എന്നെ വിട്ട് പോലടാ. വാ കാണ്, ശരിക്കാണ് പോയി. എടി നീ എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ അവനെ ഞാൻ രക്ഷിക്കുമായിരുന്നു. പോയില്ലേ? കൂടെ ഉണ്ടായിരുന്ന 2 പേര് എന്നെ വിട്ട് പോയതല്ലേ? ഇനി ഇവനും കൂടി നഷ്ടപ്പെടുത്താൻ വയ്യാത്തോണ്ടാ രാത്രിയും പകലുമില്ലാതെ ഇവന്റെ പിന്നാലെ തന്നെ ഞാൻ നടന്നത്. പോയില്ലേ? അവനും പോയില്ലേ? എന്നോട് ക്ഷമിക്ക്. കാര്യം എന്താന്ന് അറിയാതെ ഞാൻ. എടി ഇനി ആർക്കും വേണോ നിന്റെ സോറിയൊക്കെ? എല്ലാം അവസാനിച്ചില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ ഫ്രണ്ട്സിനെ ഗതി വരുത്തിയവന്മാരെ ഒറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. മാറി നിൽക്കടി. കൊള്ളാലോടാ, ഞാൻ നിന്നെ അന്വേഷിച്ച് വരാനിരിക്കായിരുന്നു. പക്ഷെ നീ തന്നെ നിന്റെ മരണം അന്വേഷിച്ച് വന്നല്ലോടാ. എന്റെ അനിയത്തിയെ ഞാനറിയാതെ ഈ നാട്ടിൽ നിന്ന് നീ ഓടിച്ചില്ലടാ. അതേപോലെ തന്നെ നിന്റെ കൂട്ടുകാരെ ഈ ലോകത്തിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞയച്ചടാ. മനസ്സിലായോടാ അതിന്റെ വേദന? ആദ്യം നിന്നെ തീർക്കണമെന്നാ വിചാരിച്ചത്. എന്താടാ ഇത്? നമ്മളവനെ തീർക്കാൻ ഇറങ്ങിയപ്പോ വേറെ ഉമാരിടയ്ക്ക് വന്നത്. ഇവന്മാര് കള്ളുകൂടിക്കിടക്കേ പരമശിവത്തിന്റെ അനിയന്റെ മെക്കിട്ട് കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കി. അതിന് തിരിച്ചു ഉമാർക്ക് ഇടുന്ന പണിയാ ഇതൊക്കെ. അവന്മാരോട് മാറി നിന്ന് കളി കാണാൻ പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെ അയച്ച് തീർത്തേക്കവനെ. നമ്മുടെ പെങ്ങളെ നമ്മളറിയാതെ കടത്തിക്കളഞ്ഞത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഓരോരുത്തരെയായി തീർത്ത് കാണിച്ചു തരാം ഞാൻ. പക്ഷെ നീ ഓരോ തവണയും രക്ഷപ്പെട്ടാ. എന്നെ എതിർത്ത് എന്റെ കോട്ടയ്ക്കകത്ത് കയറിയ ഒരുത്തനും ജീവനോടെ പോയ ചരിത്രം ഉണ്ടായിട്ടില്ലടാ. അവനെ വെട്ടിക്കമത്തടാ.
വേണ്ട പേടിച്ചു പോയോ നീ? വേണ്ട എന്നും ചെയ്യില്ലേ പേടിയുണ്ടല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. എടാ വേണ്ട നിന്റെ പെങ്ങൾ ഒളിച്ചോടി പോയാലും ജീവനോടെ ഉണ്ടാവള്. പക്ഷെ നീ വേണ്ട വേണ്ട ഞാൻ പറയുന്നത് എന്റെ ഫ്രണ്ട്സിനെ കൊന്ന് കളഞ്ഞിടടാ നീ. വേണ്ട നീ ജീവനോടെ ഉണ്ടാവരുത്. എന്നും ചെയ്യരുത്. ചാവണം നീ. വേണ്ട ഏ!